ഹെഡ്ജിങ്ങിനെക്കുറിച്ചൊക്കെ ആളുകൾ കൂടുതലായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ടേ ഉള്ളൂ. അതിനു മുന്നേ അൺഓർഗനൈസ്ഡ് ഇക്കണോമിയിലായിരുന്നല്ലോ ബിസിനസ്സുകൾ കൂടുതൽ, പ്രത്യേകിച്ച് ജില്ലറി. ശരിക്കും ഈ ഹെഡ്ജിങ് ഓണർ അല്ലെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് റിലേറ്റഡ് പ്രോഡക്റ്റാണ്, ഒരിക്കലും ഒരു എംപ്ലോയി റിലേറ്റഡ് പ്രോഡക്റ്റ് അല്ല. പിന്നെ വേറെ വരുന്ന ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലീഗൽ റൂട്ട്സിലൂടെ തന്നെ ആൾക്കാർ പലപ്പോഴും ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ വേറെ ചെയ്തിട്ടൊക്കെ വലിയ തോതിൽ ഗോൾഡ് കൊണ്ടുവരുന്നുണ്ട്. അത് പിന്നെ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. ഗോൾഡിൽ വരുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റുമാണ്, ട്രേഡിംഗ് പ്രൊഡക്റ്റുമാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസ് പിന്നെ കൺസിഡർ ചെയ്തിട്ടുള്ള ഡിസിഷൻസ് അവരെടുക്കേണ്ടി വരുന്നുണ്ട്. നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ഇപ്പോഴത്തെ റേറ്റിൽ നിന്ന് എന്തായിരിക്കും ഗോൾഡിൻ്റെ ഫ്യൂച്ചർ? അഡ്വാൻസ് ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു സ്റ്റോക്ക് അക്യുമുലേഷൻ, നമ്മളുടെ ഓൾറെഡി ഉള്ള സ്റ്റോക്കിൻ്റെ ഒരു അഡ്വാൻസ് സെയിലാണ്. അതിനെ നമ്മൾ തിരിച്ച് ബൈബാക്ക് ചെയ്യുന്ന സമയത്താണ് ഈ പറഞ്ഞ പ്രൈസ് ഹൈക്ക് അവരെ വലിയ രീതിയിൽ പിന്നെ ബാധിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനൊരു ആദ്യം തന്നെ ഒരു ലോസ് ഡിഫൈൻ ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് കുഴപ്പം? ആ പ്രോഫിറ്റിലുള്ള വോൾട്ടാലിറ്റി കാണുമ്പോൾ ആളുകൾക്ക് പെട്ടെന്നൊരു ടെംപ്റ്റേഷൻ വരും, കിട്ടുന്ന പ്രോഫിറ്റിങ് എടുക്കുക എന്നുള്ളൊരു ടെംപ്റ്റേഷൻ വരും. ആ റിസ്ക് മാനേജ്മെൻറ്റ് ഫെയിൽ ആകുന്നതുകൊണ്ടാണ് MCXിലെ ആളുകൾക്ക് കൂടുതൽ ലോസ് വരുന്നത്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ അക്യുമൻ്റെ ഒരു എക്സ്ക്ലൂസീവ് പോഡ്കാസ്റ്റ്, നമ്മൾ എക്സ്ക്ലൂസീവ് ഫോർ ജുവലേഴ്സ്. ഇപ്പോൾ ഈ ഗോൾഡ് ഹെഡ്ജിങ് ഒരു നെസസിറ്റി ആയിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണിപ്പോൾ. അപ്പോൾ ഈ MCXിൽ ഗോൾഡ് ട്രേഡിങ് തുടങ്ങിയിട്ട് ഇപ്പം വർഷങ്ങളായിട്ടുണ്ട്. പക്ഷേ അത് പ്രോപ്പറായിട്ട് ആരും ആ ഹെഡ്ജിങ് മെത്തേഡിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ജുവലേഴ്സിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രോപ്പറായിട്ട് ഹെഡ്ജ് ചെയ്യാം, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ മിസ്റ്റർ ഷിനോ മാത്യു, ഒരു ജ്വല്ലറി കൺസൾട്ടൻ്റാണ്. ശ്രീ കൃഷ്ണകുമാർ, അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. സേ വെൽക്കം ടു അക്യുമൻ പോഡ്കാസ്റ്റ്. താങ്ക് യു. റൈറ്റ്. അപ്പോൾ ഷിനോ ഒരുപാട് ജുവലേഴ്സിൻ്റെ കൺസൾട്ടൻ്റാണ്. വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ഒരു ജുവലർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റും? നമ്മൾ ഒരുപാട് ജില്ലേഴ്സിൻ്റെ അല്ല, വളരെ കുറച്ച് ജില്ലേഴ്സിന് ഹെഡ്ജിങ് സപ്പോർട്ട്, മാർക്കറ്റ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് കൊടുക്കുന്ന സർവീസ് ബ്രോക്കിംഗ് സർവീസാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കൺസൾട്ടിങ് സർവീസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഹെഡ്ജിങ് എല്ലാ ജില്ലകളെ സംബന്ധിച്ചും അത്യാവശ്യമാണ്. പക്ഷേ അത് സാറ് പറഞ്ഞ പോലെ അതെങ്ങനെ ചെയ്യണം, ഈ ടൂൾ MCX, ഹെഡ്ജിങ്ങിന് 2 ടൂളാണുള്ളത്. ഒന്ന് MCX, 2 ഗോൾഡ് മെറ്റൽ ലോൺ. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ആളുകളെ സംബന്ധിച്ച് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഇൻറ്റേർണൽ ഡാറ്റ പോയിൻറ്റുകളൊക്കെ കറക്റ്റാക്കി, മെറ്റൽ ഡാഷ്ബോർഡൊക്കെ കറക്റ്റാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് അതൊരു ഹെഡ്ജിങ്ങിലേക്ക് പോകത്തുള്ളൂ. അതല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി MCXൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും, അതൊരു ട്രേഡിങ് അല്ലെങ്കിൽ അത് സ്പെക്കുലേഷനിലേക്ക് അവസാനിക്കാനുള്ള ചാൻസസാണ് കൂടുതലുള്ളത്. അങ്ങനെയാണ് ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? അങ്ങനെയാണ് ഇത്ര നാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനപ്പുറത്തേക്ക് കിടക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഏതൊക്കെ പ്ലാറ്റ്ഫോമില്ല? ഇപ്പോൾ MCX അല്ലാണ്ട് ഇപ്പോൾ നിലവിൽ ജുവലേഴ്സ് കുറേ പ്ലാറ്റ്ഫോംസ് ട്രേഡ് ചെയ്യുന്നുണ്ട്. മീൻസ് ഹെഡ്ജിങ് എന്ന് പറയുന്ന സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നുണ്ട്. MCX അല്ലാതെ ഇപ്പം നിലവിൽ, അതായത് MCX വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പോൾ MCX വന്നു കഴിഞ്ഞിട്ട് ഇപ്പം ഒരു 10 years ബാക്കൊക്കെ ഹെഡ്ജിങ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ട് അതൊരു ട്രേഡിങ്ങിലേക്ക് പോയ, ഷിനോ പറഞ്ഞ പോലെ തന്നെ ചെറിയ മാർജിൻ മതിയല്ലോ. ഇപ്പം 1 കിലോ സ്വർണ്ണം മേടിക്കാൻ 10-17 ലക്ഷം രൂപ ഇപ്പം മതി. അപ്പം 1 കിലോ ഫിസിക്കൽ സ്വർണ്ണം മേടിക്കാൻ 1.5 കോടി രൂപ മുടക്കണമെങ്കിൽ, ഇപ്പോൾ 1 കിലോ MCXൽ മേടിക്കണമെങ്കിൽ 10-15 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു ലിവറേജ് എടുത്തുകൊണ്ട് ഇപ്പോൾ 1 കിലോ മേടിക്കേണ്ട സ്ഥാനത്ത് ഇവർ 1 കിലോ മേടിക്കുന്നത് ആ ഒരു ക്യാഷ് കൊണ്ട് 10 കിലോ മേടിക്കുന്നു. അവിടുന്ന് ആ ഒരു ചെറിയ ഫ്ലക്ച്വേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫുൾ ക്യാപിറ്റൽ ഇറോഷൻ വന്ന് ലോസ് ആകുന്ന സിനാരിയോ ആണ് ഒരു 10 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇപ്പോഴും കുറേ ആൾക്കാർ അത് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിന് 2 പ്ലാറ്റ്ഫോംസാണ്. ഒന്ന് ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോം ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇന്ത്യയിലേക്ക് ഈ MCX എന്ന പ്ലാറ്റ്ഫോം വന്നത്. അപ്പോൾ ഇപ്പം നിലവിൽ ഏതൊക്കെ പ്ലാറ്റ്ഫോമിലായിരുന്നു ബിഫോർ MCX ചെയ്യുന്നതെന്നും MCX വന്നു കഴിഞ്ഞിട്ട് ഇവരെന്തൊക്കെ പ്ലാറ്റ്ഫോം, ഈ MCXലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നും അതൊന്ന് പറയാൻ പറ്റുമോ? അത് MCX 2003 ആ ടൈമിലാണല്ലോ സ്റ്റാർട്ടിങ്. അപ്പോൾ MCX വരുന്നതിന് മുന്നേ എന്നുള്ളതല്ല, ഇപ്പോൾ ഹെഡ്ജിങ്ങിനെ കുറിച്ചൊക്കെ ആളുകൾ കൂടുതലായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ടേ ഉള്ളൂ. അതിനു മുന്നേ അൺഓർഗനൈസ്ഡ് ഇക്കണോമിയിലായിരുന്നല്ലോ ബിസിനസ്സുകൾ കൂടുതൽ, പ്രത്യേകിച്ച് ജ്വല്ലറി സെഗ്മെൻറ്റ്.
അപ്പോൾ അതിന് ശേഷമാണ് കുറച്ചും കൂടെ മെറ്റൽ മാനേജ്മെൻറ്റ് കറക്റ്റ് ആകണം എന്നുള്ളൊരു പോളിസി. കാരണം ബിസിനസ് മാർജിൻസ് കുറയുന്നു. പ്രൈസ് വോളറ്റാലിറ്റിയും ഗോൾഡിൽ വളരെ കുറവായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പം 2019 ശേഷമാണ് അടുത്ത സ്റ്റെപ്പ് പ്രൈസ് വോളറ്റാലിറ്റി ഇപ്പോൾ $1,300 എന്നാണ് $5,500 വരെ ഉയർന്നത്. അപ്പോൾ ആ പ്രൈസ് ഒരു ഒറ്റ സ്റ്റെപ്പായിട്ടില്ല, 3 ഘട്ടമായിട്ടാണ് ഉയർന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു വോളറ്റാലിറ്റി ബാലൻസ് ഷീറ്റുകളെ ബാധിക്കാൻ തുടങ്ങിയപ്പോഴാണ് കമ്മിറ്റ്മെൻറ്റുകൾ ഹെഡ്ജ് ചെയ്യണം, ഇൻവെൻട്രി ഹെഡ്ജ് ചെയ്യണോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും. അപ്പോൾ ഈ ഹെഡ്ജ് ചെയ്യാൻ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം 2 ഓപ്ഷനാണുള്ളത്. ഇൻവെൻട്രി ഹെഡ്ജ് ചെയ്യാനാണെങ്കിൽ 1 ഗോൾഡ് മെറ്റൽ ലോൺ, 2 MCX. അതിൻ്റെ അകത്ത് കുറച്ചും കൂടി ഒരു വിസിബിളായിട്ടൊരു പ്ലാറ്റ്ഫോമാണ് MCX, കുറച്ചും കൂടി ഒരു ഫ്ലെക്സിബിളും കൂടിയാണ്. അപ്പോൾ ഈ 2 ഓപ്ഷനാണ് ഉള്ളത്. അതിന് മുന്നേ ട്രഡീഷണൽ ആയിട്ടുള്ള ഹെഡ്ജിങ് രീതികളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. വെയിറ്റ് മാത്രം കീപ്പ് ചെയ്യുക എന്നുള്ളത്, മെറ്റൽ ടു മെറ്റൽ ട്രഡീഷണൽ മെത്തേഡുകളിലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ സാർ ചോദിച്ച പോലെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഹെഡ്ജിങ് ഇന്ത്യൻ ജില്ലേഴ്സിന് അലൗഡ് അല്ല. ഇന്ത്യൻ പ്ലാറ്റ്ഫോം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമുക്ക് ഫോറക്സിൽ അലൗഡ് ആണോ? ഇൻ്റർനാഷണൽ എക്സ്പോഷർ ഉള്ള ജില്ലറുകൾക്ക് അലൗഡാണ്, അല്ലാത്തവരെ സംബന്ധിച്ച്. നമ്മുടെ മിക്കവാറും ജ്വല്ലറികളിൽ ജ്വല്ലേഴ്സ് ഇൻ്റർനാഷണൽ ജ്വല്ലറികളുണ്ട് അല്ലേ? അതെ, പുറത്തുണ്ട്, UAE ഉണ്ട്, ഈവൻ UK അവർക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഹെഡ്ജ് ചെയ്യാൻ പറ്റില്ലേ? അവർക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഹെഡ്ജ് ചെയ്യാം. അവർക്ക് ഇൻ്റർനാഷണൽ എക്സ്പോഷർ ഉള്ളതുകൊണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഹെഡ്ജ് ചെയ്യാം. ഇപ്പോൾ ഇവിടുത്തെ കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ പല ആളുകൾ പറയുന്നത് അവിടെ മാർജിൻ കുറവാണെന്നുള്ളതാണ്. പക്ഷേ മാർജിൻ കുറവാണെന്നുള്ളത് ഒരിക്കലും ഒരു അഡ്വാൻറ്റേജ് അല്ലല്ലോ. അല്ല, തീർച്ചയായിട്ടും അല്ല. റിസ്ക്കാണ്. അതെ, കൗണ്ടർ പാർട്ടി റിസ്ക് ചാൻസസ് കൂടുതലാണ്, അതെ, മാർക്കറ്റ് റിസ്ക് കൂടുതലാണ്. ഇപ്പോൾ ഇവിടെ അതിന് മുന്നേ ഒരു റീസെൻ്റായിട്ടല്ല ഇപ്പോൾ മാർജിനൊക്കെ 10% കൊണ്ടുവന്നില്ല. അതിന് മുന്നേ ഇൻട്രാഡേ മാർജിനൊക്കെ എത്രമാത്രം എക്സ്പോഷർ വേണമെങ്കിലും കൊടുക്കാൻ പറ്റുമായിരുന്നല്ലോ. അപ്പം സെബിയുടെ ഇൻ്റർവെൻഷൻ എന്താണ്? പ്രോപ്പറായിട്ട് ഹെഡ്ജിങ്ങിലേക്ക് എത്തുക, മാർക്കറ്റ് കുറേ കൂടെ ഒരു മെച്യൂരിറ്റിയിലേക്ക് മാർജിൻ റൂൾസൊക്കെ ചേഞ്ച് ആക്കിയതിന് ശേഷമാണ് വന്നിട്ടുള്ളത്. അപ്പം പല ആളുകൾ പറഞ്ഞ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് മാർജിൻ കുറവാണ്, പിന്നെ അവിടെ 24 hours ടൈം ഉണ്ട് എന്നുള്ളത് ഒരു ബെനിഫിറ്റാണ്. അപ്പോൾ 24 hours ഉണ്ട് എന്നുള്ളത് ഒരു ബെനിഫിറ്റാണോ? ബെനിഫിറ്റ് അല്ല. ഇവിടെ 12 മണിക്കൂർ ചെയ്യുന്ന ആളുകൾക്ക് തന്നെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. 24 മണിക്കൂർ കിട്ടിയാൽ എന്ത് ചെയ്യുക, റിസ്ക് കൂടുകയുള്ളൂ. അപ്പം പിന്നെ പറയുന്നത് വെച്ചാൽ ഇവിടെ ബ്രോക്കറേജ്, ഇവിടെ നമ്മൾ ബ്രോക്കറേജ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യാണ്, സാപ്പ് ചാർജാണ്. ബ്രോക്കറേജ് എന്നുള്ള സമയത്ത് അവർ ഉപയോഗിക്കുന്ന സ്പ്രെഡാണ്, സെയിം തന്നെ. ചിലപ്പോൾ ഇവിടെ ബ്രോക്കറേജിനേക്കാളും കൂടുതലുണ്ടായിരിക്കും അവിടുത്തെ സ്പ്രെഡ്. പിന്നെ ഇവിടെ നമ്മുടെ കോൺട്രാക്ട് റോൾ ഓവർ ആളുകൾക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ ചില ആളുകൾ സ്പോട്ട് ചെയ്യാന്നുള്ളൊരു അഡ്വാൻറ്റേജ് പറയലുണ്ട്. പക്ഷേ സ്പോട്ട് ചെയ്താൽ പോലും അതിൻ്റെ അകത്തൊരു ക്യാരിങ് കോസ്റ്റ് മാർക്കറ്റ് വോൾട്ടൈൽ ആകുന്ന സമയത്ത് സബ് ചാർജസ് ഇൻക്ലൂഡാണ്. ഇവിടുത്തെ റോൾ ഓവർ പോലെ തന്നെ ആ ഡിഫറൻസ് എവിടെയുണ്ട്, സബ് ചാർജിലുണ്ട്. അപ്പോൾ ആ ഡിഫറൻസ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച്, ഇന്ത്യ എക്സ്പോഷർ ഉള്ള ഒരാൾക്ക് ഇന്ത്യൻ മാർക്കറ്റ് തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും സ്യൂട്ടബിൾ. അപ്പോൾ ഇവിടുത്തെ സൈക്കോളജി എല്ലാ സ്ഥലത്തെയും മെക്കാനിസത്തിലല്ലേ ചെറിയ ടൈമിങ്ങിലൊക്കെ അല്ലേ വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ. ബാക്കി ട്രേഡിങ്ങിൻ്റെ ഹെഡ്ജിങ്ങിൻ്റെ ബാക്കിയുള്ള ലോജിക്കെല്ലാം എന്താണ്? പിന്നെ ഇന്ത്യൻ മാർക്കറ്റാകുമ്പോൾ വെൽ റെഗുലേറ്റഡ് ആണ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഒരുപാട് ഡബ്ബ പ്ലാറ്റ്ഫോംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സെബി റെഗുലേറ്ററാണ്, കൗണ്ടർ പാർട്ടി റിസ്ക് ഇല്ല, ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റാണ് ഇന്ത്യൻ ഓപ്പറേഷനുള്ള ആളുകളെ സംബന്ധിച്ച്. ഇൻ്റർനാഷണൽ ഓപ്പറേഷൻ എക്സ്പോഷർ ഉള്ളവരെ സംബന്ധിച്ച് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഹെഡ്ജ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ചെയ്തു എന്നുകൊണ്ട് ഒരു അഡീഷണൽ ബെനിഫിറ്റ് ഇല്ല. ഓക്കെ. ഈ ശരിക്കും ഇൻവെൻട്രിക്ക് എഗനിസ്റ്റ് ആണോ ഹെഡ്ജ് ചെയ്യേണ്ടത്, അതോ അഡ്വാൻസ് ബുക്കിങ്ങിന് എഗനിസ്റ്റ് ആണോ ഹെഡ്ജ് ചെയ്യേണ്ടത്? അല്ല, ഒരു ജില്ലറെ സംബന്ധിച്ചിടത്തോളം പല സിനാരിയോയിൽ ഹെഡ്ജ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ കമ്മിറ്റ്മെൻ്റ് ആയിരിക്കും ഹെഡ്ജ് ചെയ്യേണ്ടി വരുന്നത്. മീൻസ് അഡ്വാൻസ് ബുക്കിംഗ് പോലെയുള്ള കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം. ചിലപ്പോൾ ഒരു ക്രെഡിറ്റ് സെയിലായിരിക്കും ഹെഡ്ജ് ചെയ്യേണ്ടത്. ഒരു 6 മാസത്തേക്ക് ക്രെഡിറ്റ് കൊടുക്കുവാണ്, അപ്പോൾ നമുക്ക് ആ സമയത്ത് ക്യാഷ് പേയ്മെൻറ്റ് വരുന്നുണ്ടാവില്ല. ഓക്കെ. ആ സമയത്ത് നമുക്ക് മെറ്റലിൻ്റെ റേറ്റ് എവിടെ ഫിക്സ് ചെയ്യാം? MCXൽ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഈ 6 മാസം ക്രെഡിറ്റ് കിട്ടുമ്പോൾ ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും സമയത്ത് ഫിക്സ് ചെയ്താൽ മതിയോ? അതിപ്പോൾ നടക്കുന്നുണ്ടോ? അത് ഏത് സമയത്താണ്? ഇപ്പോൾ 6 മാസത്തെ ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുമെന്ന് പറഞ്ഞു. അതെ, അല്ല 6 മാസം എന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു ടൈം പീരീഡ് പറയുക. ഇപ്പോൾ 1 മന്ത് ആണെങ്കിൽ പോലും ആ 1 മന്ത് റിസ്ക് ശരിക്കും ഉണ്ട് അല്ലേ? 1 മന്ത് റിസ്ക് ഉണ്ട്. ഇല്ല, ഞാനിപ്പോൾ ഒരു ഹോൾസെയിലറാണ്. അപ്പോൾ ഞാനൊരു റീറ്റെയിലർക്ക് 1 കിലോ വെയിറ്റ് മെറ്റൽ ഗോൾഡ് കൊടുക്കുവാണ്. അപ്പം ആ റേറ്റ് ഫിക്സ് ചെയ്താൽ എനിക്ക് പേയ്മെൻറ്റ് വരുന്നത് ചിലപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും. ആ പേയ്മെൻറ്റ് വരുന്നത് വരെ എനിക്ക് എന്ത് ചെയ്യുക, ഒരു മാർക്കറ്റ് റിസ്ക് ഉണ്ട്. ഞാൻ ഫിസിക്കലി അപ്പോൾ ആ MCXൽ എന്ത് ചെയ്യുക, അതിൻ്റെ റേറ്റ് ഹെഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് കുറഞ്ഞാലും പ്രശ്നമില്ല, മാർക്കറ്റ് കൂടിയാലും പ്രശ്നമില്ല. കുറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്ന ആൾ സഫർ ചെയ്യുമല്ലോ,
കൂടിയാലുള്ള ബെനിഫിറ്റ് MCX നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമല്ലോ. ഓക്കെ. അപ്പോൾ കമ്മിറ്റ്മെൻറ്റ് സേഫ് ആയിരിക്കും, പ്രോഫിറ്റ് മാർജിൻ കൃത്യമായിട്ട്, റിസ്ക് ഇല്ല. സീറോ റിസ്ക്. ഇൻവെൻട്രിക്ക് അഗൻസ്റ്റോ? ഇത് നമ്മളിപ്പോൾ പറഞ്ഞത് കമ്മിറ്റ്മെൻറ്റ് അഗൻസ്റ്റ് ക്രെഡിറ്റ് റിസ്ക്. അഡ്വാൻസ്. ഇപ്പോൾ അഡ്വാൻസ് ബുക്കിംഗ്, പിന്നെ ഇൻവെൻട്രിക്ക് പിന്നീട് വരുന്ന ഇൻവെൻട്രി ഹെഡ്ജിങ്. അതെ. അഡ്വാൻസ് ബുക്കിങ്ങിന് അഗേൻസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഈ കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് ഒരു ഹെഡ്ജിങ്ങിൻ്റെ ഡെഫിനിഷൻ വരുന്നതല്ല. കാരണം അത് രണ്ട് സൈഡ് പ്രൊട്ടക്ഷൻ ജില്ലേഴ്സ് തന്നെ ഓഫർ ചെയ്യുന്നുണ്ട്. കുറഞ്ഞ റേറ്റിന് കൊടുക്കാമെന്നും, കൂടിയാൽ ബുക്ക് ചെയ്ത റേറ്റ്. അപ്പോൾ ഹെഡ്ജ് ചെയ്തതിന് ശേഷം ഇപ്പോൾ MCXൽ നമുക്ക് ഗോൾഡ് 1 കിലോ ഗോൾഡ് ഫിസിക്കലി ഒരു ജില്ലറ ഒരു അഡ്വാൻസ് ബുക്കിംഗ് എടുക്കുന്നുണ്ടെങ്കിൽ 1 കിലോ ഗോൾഡ് അല്ലെങ്കിൽ ഒരു 10 കിലോ അഡ്വാൻസ് ബുക്കിംഗ് എടുക്കുന്നുണ്ടെങ്കിൽ ആ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് MCXൽ ഹെഡ്ജ് ചെയ്യാം. കാരണം ഫിസിക്കലി നമ്മൾ ആ 10 കിലോ മേടിച്ച് വെക്കണമെങ്കിൽ ഇന്നത്തെ മാർക്കറ്റിൽ ഏകദേശം ഒരു 15 കോടി രൂപ എടുത്ത് ഫണ്ട് ആവശ്യം വരും. MCXലാകുമ്പോൾ നമുക്കൊരു 10% ഇനിഷ്യൽ മാർജിൻ കൊടുത്തു കഴിഞ്ഞാൽ 1.5 കോടി രൂപ ആവശ്യമുള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറഞ്ഞ റേറ്റ് എന്നുള്ള ഒരു ക്ലോസ് ഉണ്ട്. ആ ക്ലോസ് ഉള്ളിടത്തോളം കാലം ഇതൊരു ഹെഡ്ജിങ്ങിൻ്റെ ഡെഫിനിഷൻ വരത്തില്ല. ആ സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റിന് ഒക്കെ അനുപാതികമായിട്ട് കൃത്യമായിട്ടൊരു കാൽക്കുലേറ്റർ റിസ്കിൽ ഒരു ട്രേഡിംഗ് പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ, ഒരു കാൽക്കുലേറ്റർ റിസ്കിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. മാത്രമല്ല അത്രമാത്രം മാർക്കറ്റ് അണ്ടർസ്റ്റാൻഡിങ്ങും മെക്കാനിസം അണ്ടർസ്റ്റാൻഡിങ്ങും ബിസിനസ് അണ്ടർസ്റ്റാൻഡിങ്ങും ഉള്ളൊരു ടീം ഉണ്ടായിരിക്കണം ഒരു ജില്ലർക്ക്. പിന്നെ റിസ്കുകൾക്കെല്ലാം അവർ കൃത്യമായിട്ടൊരു നിർവചനം ഉണ്ടാകണം. ഇതിപ്പോൾ അൺലിമിറ്റഡ് റിസ്ക്കാണ്. ഇപ്പം കഴിഞ്ഞിപ്പോൾ നമ്മളൊരു 2 ഇയർ 3 ഇയർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ $1,800 നിന്ന് സാധനം ഗോൾഡാണ് $5,500 വരെ പോയത്. അപ്പോൾ കമ്മിറ്റ്മെൻ്റ് എടുത്തവരുടെ സ്റ്റോക്കിലുള്ള ഡിഫറൻസ്, ക്യാപിറ്റലിലുള്ള ഡിഫറൻസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം എത്രമാത്രം അത് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പം ആ ഏരിയയിലാണ് ഇപ്പോൾ ജില്ലേഴ്സ് എല്ലാം MCXൽ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ശ്രമിക്കുന്നത്. ഇൻവെൻട്രി ഹെഡ്ജ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അഡ്വാൻസ് ബുക്കിംഗ് ഹെഡ്ജ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻവെൻട്രി ഹെഡ്ജ് ചെയ്യേണ്ടതെന്നാണോ ഷിനോ പറയുന്നത്? അല്ല, ഇൻവെൻട്രി ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ജ്വല്ലർക്ക് ഒരു 50 കിലോ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ആ സ്റ്റോക്കിന് അഗേൻസ്റ്റ് ഹെഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ലേ? സ്റ്റോക്കിന് അഗേൻസ്റ്റ് നമ്മൾ ഈ ഒരു ഡിസ്കഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ജ്വല്ലറെ സംബന്ധിച്ച് നമ്മുടെ ഈ ഡിസ്കഷൻ പോയിൻറ്റ്സ് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുകയും അവർക്കതിൽ നിന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇപ്പോൾ ഒട്ടുമിക്ക ജുവലേഴ്സിനും അപ്പം ഒരു 75% ജുവലേഴ്സും ഇത് അറിയില്ല അല്ലേ? സാർ ഒരു ചാർട്ടർ അക്കൗണ്ടാണ്, സാറിന് അറിയാം, സാർ ഒത്തിരി ഫയൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ എങ്ങനെ റിസ്ക് ഫാക്ടർ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, ഇതിന് ശരിക്കും ഒരുമാതിരിപ്പെട്ട 75-80% ആൾക്കാർക്കും അറിയില്ല, ആ ജുവലേഴ്സിനും അറിയില്ല. അത് 90% ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ്. കറക്റ്റ്, അറിയില്ല. അപ്പോൾ വളരെ കുറച്ച് എന്തോ ഇതിൽ എങ്ങനെയോ ഒരു കാര്യം ഇതിൽ ചെയ്യാൻ പറ്റുമെന്നറിയാം, പക്ഷെ അത് എങ്ങനെ ഏത് രീതിയിലേക്ക് അത് ഒന്നാമത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം ഓവർ ദ ഫോൺ സംസാരിച്ച പോലെ ഇതിൻ്റെ ഓണേഴ്സ് ഇതിനകത്ത് ഇൻവോൾവ് അല്ല, CFOസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പം ഇത് ശരിക്കും ഒരു ഓണർ ഇത് അറിയണ്ടേ, ഇത് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്? ശരിക്കും ഈ ഹെഡ്ജിങ് ഓണർ അല്ലെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് റിലേറ്റഡ് പ്രോഡക്റ്റാണ്, ഒരിക്കലും ഒരു എംപ്ലോയി റിലേറ്റഡ് പ്രോഡക്റ്റ് അല്ല. ഓണേഴ്സ് ഇതിൻ്റെ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഹെഡ്ജിങ്ങും റിസ്ക് മാനേജ്മെൻറ്റും ഒക്കെ സ്ഥാപനത്തിൽ ഇൻവെൻട്രി ഹെഡ്ജിങ് ആയാലും കമ്മിറ്റ്മെൻറ്റ് ഹെഡ്ജിങ് ആയാലും അതൊരു സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓണേഴ്സിനെ സംബന്ധിച്ച് വളരെ മാർക്കറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് വന്ന ആളുകളായിരിക്കാം, മാർക്കറ്റ് ഇൻസൈറ്റ് കൂടുതലുണ്ടാവും, ചില ഡൗട്ടുകളൊക്കെ ഉണ്ടാവുള്ളൂ, അതിനെക്കാട്ടിൽ കൂടുതൽ ഇൻസൈറ്റ് ഉണ്ടാവും. അപ്പോൾ അവർ കറക്റ്റ് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഓപ്പറേഷണൽ സൈഡ് മാത്രമേ ബാക്കിയുള്ള ടീം മെമ്പേഴ്സിന് അത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇപ്പോൾ ഗോൾഡ് പോലെ തന്നെ ബാക്കിയുള്ള മെറ്റൽസ് ലൈക്ക് കോപ്പർ, അലുമിനിയം, ഇത് ഇങ്ങനെയുള്ള ഇമ്പോർട്ടേഴ്സും ഉണ്ട്, ഹോൾസെയിലേഴ്സും ഉണ്ട്, അവർക്കും ഇത് ആപ്ലിക്കബിൾ തന്നെയാണ് അല്ലേ? ഗോൾഡ്, നോട്ട് ഓൺലി ഗോൾഡ്, ഈ മെറ്റലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ബിസിനസ്സുകാർക്കും ഈ ഒരു മാർക്കറ്റ് വളരെ എസെൻഷ്യലാണ്. കറക്റ്റ് അല്ലേ സർ? ഗോൾഡിൽ വരുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റുമാണ്, ട്രേഡിംഗ് പ്രൊഡക്റ്റുമാണ്. കറക്റ്റ്. അപ്പോൾ പുതിയ ബിസിനസ് വരുമ്പോൾ അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ്സുകളിൽ ഇവരിത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടും ട്രീറ്റ് ചെയ്യുന്നുണ്ട്, ട്രേഡിങ്ങും നടക്കുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസ്
പിന്നെ കൺസിഡർ ചെയ്തിട്ടുള്ള ഡിസിഷൻസ് അവർ എടുക്കേണ്ടി വരുന്നുണ്ട്. ട്രേഡിംഗ് പ്രൊഡക്റ്റ് ആകുമ്പോൾ ഈ സെയിം വളരെ പ്രൈസ് വോളറ്റാലിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ് എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഡെയിലി ട്രേഡിങ്ങിൻ്റെ റിസ്ക് ഹെഡ്ജ് ചെയ്യേണ്ട ഒരു റിക്വയർമെൻറ്റും ഈ പറഞ്ഞ ബിസിനസ്സുകൾക്ക് വരുന്നുണ്ട്. അവിടെയാണ് ഈ ഹെഡ്ജിങ്ങിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പോളിസി അവർക്ക് ആവശ്യമായിട്ട് വരുന്നത്. നേരത്തെ സംസാരിച്ച മാതിരി ഇതിൻ്റെ മുമ്പേ ഈ MCX ഒക്കെ വളരെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ മുമ്പേ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത് സപ്ലയേഴ്സൊക്കെ ഗോൾഡ് ടു ഗോൾഡ് ഡീലിംഗ് ആയിരുന്നു. എല്ലാ ഡീലിങ്ങും ഗോൾഡ് തന്നെയായിരുന്നു. അതായത് ഈവൻ ഒരു 3-4 മന്ത്സ് കഴിഞ്ഞാലും ഒരു റീറ്റെയിലർക്ക് സപ്ലയറെ ഗോൾഡിന് തന്നെ കൊടുത്തിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം അന്ന് വോളറ്റാലിറ്റി അത്ര ഇല്ലാത്തതുകൊണ്ട് അവരൊരു സേഫ് പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ ഗോൾഡിനെ കണ്ടിട്ട് പലപ്പോഴും റീറ്റെയിലറുടെ കയ്യിൽ സപ്ലയറുടെ വലിയ രീതിയിലുള്ള സ്റ്റോക്ക് ഗോൾഡായിട്ട് തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരേ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്താ വെച്ചാൽ ഗോൾഡ് തന്നെ തിരിച്ചു കൊടുക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഡെയിലി ബേസിൽ തന്നെ വളരെ വലിയൊരു ഫ്ലക്ച്വേഷൻ വരുന്ന സിറ്റുവേഷനിൽ സപ്ലയേഴ്സ് അങ്ങനെ ഒരു ഓപ്ഷൻ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നില്ല. ആ മാർക്കറ്റ് വന്നൊരു ചേഞ്ചിനനുസരിച്ചിട്ട് റീറ്റെയിലേഴ്സ് ഡെയിലി ഹെഡ്ജ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഇപ്പോൾ വന്നു. അങ്ങനെയാണ് ഈ MCXും GMLും എന്നുള്ള പ്രൊഡക്ട്സ് വളരെ പെട്ടെന്ന് മാർക്കറ്റിലേക്ക് വരുന്നതും അത് യൂസ് ചെയ്യുന്നത് ആവശ്യമായി വരുന്നത്. പണ്ടത്തെക്കാളും പ്രൈസ് വോളറ്റാലിറ്റി വന്നതാണ് ഇന്ന് വന്ന മാർക്കറ്റിൽ വന്ന വലിയൊരു ചേഞ്ചായി വന്നിട്ടുള്ളത്. ഡെയിലി ഫ്ലക്ച്വേഷനാണ്, അത് വലിയ എമൗണ്ട് ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ GML ഇതും നമ്മുടെ GML നോർമലി ഇപ്പോൾ ഈ M6 പ്ലാറ്റ്ഫോമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കമ്പാരിസൺ ഒന്ന് പറയാം. GML എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ബാങ്കുകൾ കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ്. അത് GML നോർമൽ കേസുകളിൽ ഇമ്പോർട്ടേഴ്സിനും അതേപോലെ റീറ്റെയിലേഴ്സിനും സപ്ലയേഴ്സിനും എല്ലാം അവൈലബിൾ ആണ്. GML 180 ഡേയ്സിന് ഈ ഗോൾഡ് ലീസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബാങ്ക്. അപ്പോൾ നമ്മൾ നേരത്തെ സപ്ലയേഴ്സിൻ്റെ കാര്യം പറഞ്ഞ മാതിരി ഗോൾഡ് ആയിട്ട് തന്നെ ഗോൾഡിൻ്റെ അന്നത്തെ റേറ്റിൽ ഇവർക്കിത് ക്ലോസ് ചെയ്യാൻ പറ്റും റീറ്റെയിലേഴ്സിന്. അപ്പോൾ പിന്നെ ഇതിന് വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് തനിഷ്കാണ്. അതായത് നമ്മളൊരു പുതിയൊരു ബിസിനസ് മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് അവർ പിന്നെ ഒരു 10 crores ഒരു ബിസിനസ് വരുന്നു. അപ്പോൾ അതിന് തുല്യമായ ഒരു ഗോൾഡാണ് അവരിതിൽ ട്രേഡിംഗ് സ്റ്റോക്കായിട്ട് വെക്കുന്നത്. അപ്പോൾ ഈ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഉള്ളൊരു സ്റ്റോക്ക് ആയതുകൊണ്ട് നമ്മൾ കറൻറ്റ് മാർക്കറ്റ് റേറ്റിൽ നമ്മൾ ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മിറ്റ് ചെയ്യുമ്പോൾ 2 ഓപ്ഷനാണ് ആ ഒരു പിന്നെ ട്രേഡറുടെ മുന്നിലുള്ളത്. ഏതർ ആ ഫുൾ സ്റ്റോക്ക് നമ്മളെ ബുക്സിലേക്ക് എടുക്കാം, ഇന്നത്തെ റേറ്റിൽ പർച്ചേസ് ചെയ്യാം, എന്നിട്ട് ഗോയിങ് ഫോർവേഡ് ഇതിലും ഹയർ ആയിരിക്കും റേറ്റ് എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾക്ക് ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്തിട്ട് അത് സ്റ്റോക്ക് സെയിൽ ചെയ്ത് ഒഴിവാക്കാം. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഇപ്പോൾ പല പിന്നെ പുതിയ കമ്പനികളും ചെയ്യുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഗോൾഡ് ഒരു ലീസ് മോഡല്, അത് അവിടെയാണ് GML വരുന്നത്. അവിടെ ബാങ്ക്സിൽ നിന്ന് കൊളാറ്ററൽ കൊടുത്തിട്ട് നമ്മൾ ആ ഗോൾഡ് ലീസായിട്ട് എടുക്കുന്നു. അപ്പോൾ നമ്മൾക്ക് പ്രൈസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഓരോ ദിവസത്തെയും ഫ്ലക്ച്വേഷൻ അനുസരിച്ച് നമ്മൾക്ക് ആക്ച്വലി സെയിൽ എന്ത് സംഭവിക്കുന്നു അനുസരിച്ച് നമ്മൾക്ക് റിവേഴ്സിൽ പോയിട്ട് പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നു. അതുകൊണ്ട് പ്രൈസിൻ്റെ മുകളിലുള്ള റിസ്ക് മാക്സിമം ഒഴിവായി പോകുന്നു. ഈ പറഞ്ഞ ട്രേഡിംഗ് പ്രോഫിറ്റ് ഫുള്ളായിട്ട് എടുക്കാൻ ജ്വല്ലേഴ്സിന് പറ്റുന്നു. മറ്റുള്ള കേസുകളിൽ നമ്മളെപ്പോഴും മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസിന് സസെപ്റ്റബിൾ ആയിരിക്കും, റിസ്ക് എപ്പോഴും ഈ ബിസിനസ്സിന് ഉണ്ടാവും ഈ പറഞ്ഞ ജ്വല്ലേഴ്സിന്. അതുകൊണ്ട് തന്നെ ഒരു അപ്രോപ്രിയേറ്റ് സ്റ്റോക്ക് മാത്രം കീപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളത് ഇതേമാതിരി അൺഫിക്സ്ഡ് സ്റ്റോക്കായിട്ട് കീപ്പ് ചെയ്യുന്നതാണ് മിക്കവാറും എല്ലാ ജ്വല്ലേഴ്സിനും സൂട്ടബിളായൊരു മോഡൽ, എസ്പെഷ്യലി ഇത്രയും പ്രൈസ് വോളറ്റാലിറ്റി വരുന്നത്. ഒരു കൗണ്ടർ ആർഗ്യുമെൻ്റ് എപ്പോഴും വരുന്നത് എന്താ വെച്ചാൽ ഗോൾഡ് എപ്പോഴും മുകളിലേക്ക് മാത്രം പോകുന്നൊരു പ്രൊഡക്റ്റാണ്. ഈവൻ ദോ ഒരു ചെറിയൊരു പ്രൈസ് ഡിപ്പ് ഉണ്ടായാലും ഓവർ എ ടൈം ഗോൾഡ് കൺസിസ്റ്റൻ്റ്ലി അഡ്വാൻസ് ചെയ്യുന്ന ഒരു ഒരു പ്രൈസാണ് എന്നുള്ള രീതിയിലാണ് പലരും ഈ ബിസിനസ്സിലേക്ക് വരുന്നതും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഷിനോ പറഞ്ഞത് പോലെ നമ്മൾ പിന്നെ ഇൻവെൻട്രി ഹെഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഇത് ആവറേജ് ഔട്ട് ചെയ്തിട്ട് നമ്മൾക്ക് ആ പ്രോഫിറ്റും കിട്ടും, നമ്മുടെ ട്രേഡിംഗ് പ്രോഫിറ്റും കിട്ടും. നമ്മൾ പിന്നെ ഈ ഫുള്ളി ഹെഡ്ജ്ഡ് ആയിട്ട്, അതായത് നമ്മളിപ്പോൾ ഈ ലീസ് മോഡൽ GML അങ്ങനത്തെ മോഡലിൽ പോകുമ്പോൾ നമുക്ക് പ്രൈസിൻ്റെ അപ്രീസിയേഷൻ കിട്ടുന്നില്ല ട്രേഡേഴ്സിന്. അതേസമയം മെറ്റൽ ടു മെറ്റലാണ്. അപ്പോൾ അവിടെ ട്രേഡിംഗ് പ്രോഫിറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. അതായത് നമ്മളിപ്പോൾ എൻട്രി ചെയ്യുന്ന സമയവും പിന്നെ അതിനുശേഷം പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അപ്രീസിയേഷൻ GML യൂസ് ചെയ്യുന്ന ജ്വല്ലേഴ്സിന് കിട്ടില്ല. അപ്പോൾ ഇതിനെ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ 2 രീതിയിലാണ്. ഒന്ന് ട്രേഡിങ്ങിൻ്റെ റിസ്ക് ഉണ്ട്. ട്രേഡിങ്ങിൻ്റെ റിസ്ക് ഡെയിലി റിസ്ക്കാണ്. അപ്പോൾ നോർമൽ കേസിൽ നമ്മൾ ട്രേഡിംഗ് റിസ്ക് ഡേ ടു ഡേ പർച്ചേസ് മാച്ചിങ് ചെയ്ത് നമ്മൾ എന്ത് റേറ്റിനാണോ സെല്ല് ചെയ്യുന്നത് അതേ റേറ്റിന് തന്നെ ബൈയും ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേ ടു ഡേ പർച്ചേസ് റിസ്ക് കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും.
ഒരു ലോങ് ടേം റിസ്ക് ഉണ്ട്, അല്ലെങ്കിൽ മീഡിയം ടേമിൽ വരുന്ന ഒരു റിസ്ക്, അതായത് പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷൻസ്. അവിടെ നമ്മൾ വളരെ കെയർഫുള്ളായി മാർക്കറ്റ് വാച്ച് ചെയ്തിട്ട് ഒരു ആവറേജ് ഔട്ട് ചെയ്തിട്ട് ഇതേ പറഞ്ഞ മാതിരി MCX അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ റിസ്ക്കും കുറേയൊക്കെ മാർക്കറ്റ് നോളജ് വെച്ച് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ചില ബിസിനസ്സുകൾ 100% ഹെഡ്ജ്ഡ് ആണ്. അവർ ഈ പറഞ്ഞ ഈ മാർക്കറ്റിൻ്റെ പ്രൈസ് റിസ്ക് ഒരു തരത്തിലും എടുക്കാൻ തയ്യാറില്ല. അപ്പോൾ അവർ ഈ പറഞ്ഞ GML 100% യൂസ് ചെയ്യുന്നു, എന്നിട്ട് ഫുള്ളായിട്ട് ലീസ്റ്റ് സ്റ്റോക്ക് ഉപയോഗിച്ചിട്ട് ട്രേഡിങ് ചെയ്യുന്നു. അവർക്ക് ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ അവർക്ക് ഒരു ലോസ് വരാനുള്ള സാധ്യതയില്ല, പക്ഷേ ഗെയിന് ലിമിറ്റഡ് ആണ്, അവർക്ക് കിട്ടില്ല. അതേസമയം ഇതെല്ലാം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റായിട്ട് എല്ലാവരും കാണുന്നത് കൊണ്ട് നമ്മളുടെ നാട്ടിലേക്ക് മിക്കവാറും എല്ലാ ജ്വല്ലേഴ്സും സ്റ്റോക്ക് വാങ്ങി കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനാണ് താല്പര്യപ്പെടുന്നത്. ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഗോൾഡിൻ്റെ പ്രൈസ് കൂടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവർക്ക് അപ്പോൾ പോലും ഡേ ടു ഡേ പർച്ചേസ് പ്രൈസ് മാച്ചിങ്ങും ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ട്രേഡിംഗ് പ്രോഫിറ്റ് ഈ റേറ്റിൻ്റെ വേരിയേഷനിൽ നമുക്ക് നഷ്ടപ്പെടുന്നൊരു സിറ്റുവേഷൻ വരും. ഇതിന് ഈ MCXൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈവൻ സപ്ലയർ അവൈലബിൾ അല്ലാത്ത സമയത്ത് പോലും MCX അവിടെ മാർക്കറ്റ് അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾക്ക് അവിടെ പിന്നെ ട്രേഡ് ചെയ്തിട്ട് അതിൻ്റെ കൗണ്ടറായിട്ട് സപ്ലയർ അവൈലബിൾ ആവുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കൗണ്ടർ ട്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ പ്രൈസ് മാച്ച് ചെയ്ത് റിസ്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റും. ഈ GML അവൈൽ ചെയ്യുന്നത് ഈ ബിഗ് സൈസ് ജൂവലേഴ്സ് ആയിരിക്കുമല്ലോ. ഈ മിഡ് സൈസോ സ്മോൾ സൈസോ ആയിട്ടുള്ള ആൾക്കാർക്ക് ശരിക്കും GML ഫെസിലിറ്റി GML ആക്ച്വലി 1 kg മുതൽ അവൈലബിൾ ആണ്, പക്ഷേ അത് യൂട്ടിലൈസ് ചെയ്യുന്നവർ വളരെ കുറവല്ല. അതെ, ഈ രണ്ട് അതിലും കുറച്ചുകൂടെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നുന്നത് ഓൺലൈനിൽ ഈ MCXൻ്റെ ഒരു അവൈലബിലിറ്റിയും ഒരു ഫ്ലെക്സിബിലിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏത് ജ്വല്ലേഴ്സിനും പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് MCX. അതാണ് അതിൻ്റെ ഒരു ആക്സസിബിലിറ്റി. പക്ഷേ അത് അത്ര ആൾക്കാർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ പ്രൈസല്ല, ഇപ്പം നമ്മൾ ടാക്സ് ഡിഫറൻസ് വന്നതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഗോൾഡ് പുറത്തുനിന്ന് വരുന്നുണ്ടെന്നാണ്, കറക്റ്റാണ്. അപ്പോൾ അത് ആ ഒരു ടാക്സ് ഡിഫറൻസ് എങ്ങനെ നമ്മളുടെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? അല്ല, ഇതിലെന്താ വെച്ചാൽ ഈ എപ്പോഴൊക്കെ ഇന്ത്യയിലെ കസ്റ്റംസ് ഡ്യൂട്ടി ഹൈ ആയിട്ടുണ്ടോ ആ സമയത്തൊക്കെ ഈ പറഞ്ഞ മാതിരി ഈ സ്മഗിൾഡ് ഗോൾഡ് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഫൈൻഡിങ്സ് തന്നെ പറയുന്നത്. അപ്പോൾ ഒരു പച്ചയായ സത്യമാണ്. അതെ, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഗവൺമെൻറ് അതിൽ ഒരു റീസണബിൾ ലെവലിലേക്ക് ഇമ്പോർട്ട് ഡ്യൂട്ടി കീപ്പ് ചെയ്തുകൊണ്ട് ആ മാർക്കറ്റ് സ്മഗിൾഡ് ഗോൾഡ് മാക്സിമം ഇല്ലാതെ മാർക്കറ്റ് വളരെ ഓർഗനൈസ്ഡ് ജ്വല്ലേഴ്സിന് വളരെ ആക്സസിബിളായൊരു മാർക്കറ്റായി മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ ഇഷ്യൂ കാരണം വീണ്ടും കസ്റ്റംസ് ഡ്യൂട്ടി കൂടി. അപ്പോൾ സാധാരണഗതിയിൽ വരുന്നൊരു ഇഷ്യൂ എന്താ വെച്ചാൽ എപ്പോഴും പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് മാർക്കറ്റിലെ ഗോൾഡിൻ്റെ അവൈലബിലിറ്റി വെച്ചിട്ടാണ്. അപ്പോൾ പലപ്പോഴും ജ്വല്ലേഴ്സ് പിന്നെ കോമ്പീറ്റ് ചെയ്യുന്ന ഓർഗനൈസ്ഡ് ജ്വല്ലേഴ്സും അൺഓർഗനൈസ്ഡ് ജ്വല്ലേഴ്സും ഒരേ രീതിയിൽ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് പ്രത്യേകിച്ചും നമ്മുടെ ഈ ഒരു സൗത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അൺഓർഗനൈസ്ഡ് ജ്വല്ലേഴ്സ് കൂടുതൽ ഈ പറഞ്ഞ ബാങ്ക് അല്ലാത്ത മറ്റ് ചാനൽസ് എന്നുള്ള ഗോൾഡ് അവൈലബിൾ ആവുന്ന സമയത്ത് ആക്ച്വലി പ്രൈസ് കുറയും. അപ്പോൾ ഓർഗനൈസ്ഡ് ജ്വല്ലേഴ്സിന് ഈ പറഞ്ഞ ബാങ്ക് റേറ്റിൽ സെല്ല് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് എപ്പോഴും വരും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇത് പറഞ്ഞ മാതിരി ഈ ഒരു പിന്നെ ഒരുപാട് റിസ്ക് ഉള്ളതാണ് ഈ പറഞ്ഞ അൺഓർഗനൈസ്ഡ് സെക്ടർ. അതെ, അപ്പോൾ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് വീണ്ടും ബാങ്ക് റേറ്റിലേക്ക് തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം. പക്ഷേ ഇതിലെപ്പോഴും ഒരു ടൈമിംഗ് ഡിഫറൻസ് ഉണ്ട്. അതായത് ഈ പെട്ടെന്ന് ഗവൺമെൻറ് ഡ്യൂട്ടീസ് കൂട്ടുന്ന സമയത്ത് ഈ പറഞ്ഞ അൺഓർഗനൈസ്ഡ് ജ്വല്ലേഴ്സ് കുറച്ചും കൂടി മാർക്കറ്റ് റേറ്റിനേക്കാളും കുറഞ്ഞ റേറ്റിൽ അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അവർക്ക് ലീഗൽ ഇഷ്യൂസ് വരുമ്പോൾ വീണ്ടും പഴയ സിസ്റ്റത്തിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ ഈ ഒരു വിഷയം എപ്പോഴും മാർക്കറ്റിലുണ്ട്. പക്ഷേ ഓർഗനൈസ്ഡ് ജ്വല്ലേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളത് MCX, GML അങ്ങനെയുള്ള ഓപ്ഷൻസും പിന്നെ ഇപ്പോൾ ഒരു പ്രോപ്പർ സപ്ലയർ എടുത്ത് നമ്മൾ എന്തെങ്കിലും വാങ്ങുന്ന സമയത്ത് യു ഹാവ് ടു ഗോ വിത്ത് നോർമൽ ചാനൽ, ഒഫീഷ്യൽ ചാനൽ തന്നെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പഴയ മാതിരി ഈ ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ ഡ്യൂട്ടിയിൽ ഒരു വലിയ ചേഞ്ച് വരുമ്പോൾ ഈ ഒരു മാർക്കറ്റ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു ഉടനെ ഒന്നും ഈ പറയുന്ന ടാക്സ് കുറയ്ക്കാൻ സാധ്യത ഉണ്ടോ? അല്ല, ഇതിപ്പോൾ ഈ ഒരു വാറിൻ്റെ സിറ്റുവേഷൻ ഇതേമാതിരി നിൽക്കുന്ന സ്ഥിതിക്ക് പെട്ടെന്നൊരു ടാക്സിലൊരു ചേഞ്ച് വരില്ല. പിന്നെ നോർമലി ഈ ടാക്സിൻ്റെ ചേഞ്ചസ് വരുന്നത് ബഡ്ജറ്റിലാണ്. അപ്പോൾ നെക്സ്റ്റ് ബഡ്ജറ്റ് ഇപ്പോൾ ഫെബ്രുവരിയിലാണ്. ആ സമയത്ത് എക്കണോമിക് സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു കോൾ ഗവൺമെൻറ് എടുക്കുക. ഇപ്പോൾ ശരിക്കും ആ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചില്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് കൊണ്ടുവന്നില്ലെങ്കിൽ ഈ ഒരു ഫ്ലോ ഫ്രം ഔട്ട് ഓഫ് ഇന്ത്യ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകില്ലേ?
ഒരുപാട് റീസൺസ് ഉണ്ട്. അതായത് നമ്മളിതിപ്പോൾ വളരെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു പിന്നെ മാർക്കറ്റ് ഉണ്ടായിരുന്നത് ബിഫോർ GST ആണ്. അപ്പോൾ GST വന്നതിന് ശേഷം 2017 ശേഷം ഒബ്വിയസ്ലി മാർക്കറ്റിൽ വേറെയും ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾക്ക് വളരെ സ്മൂത്തായിട്ട് ഈ പറഞ്ഞ ഗോൾഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റണമെങ്കിൽ പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് വേണം. അപ്പോൾ അതൊക്കെ GSTയിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷനും അങ്ങനത്തെ കാര്യങ്ങളും ഇപ്പോൾ ഇ-വേ ബില്ല് നിർബന്ധമാണ്. അതായത് ഓൺലൈൻ ഇൻവോയ്സ് വെച്ചിട്ട് നമ്മൾക്ക് ഗോൾഡ് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിസ്ക് കൂടുതലാണ്. അപ്പോൾ ആ 2017 മുമ്പ് ഉണ്ടായിരുന്ന മാതിരിയുള്ള ഒരു അൺഓർഗനൈസ് സെക്ടർ ഇനി മേ ബി ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ, എസ്പെഷ്യലി ഈ ഒരു ഇതൊക്കെ വന്നു. പിന്നെ കേരളത്തിൽ ഇപ്പോൾ 100% ഹോൾമാർക്ക് ഗോൾഡ് മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരുപാട് കൺട്രോൾസ് ഉണ്ട്. അപ്പോൾ അത്രയും പഴയത് വരാൻ സാധ്യതയില്ല. പക്ഷെ എന്നാലും അത് ഓർഗനൈസ് ജ്വല്ലേഴ്സിനൊരു ചാലഞ്ചാണ് ഈ ഡ്യൂട്ടി ഇത്രയും ഗ്യാപ്പ് നിൽക്കുന്നത്. പിന്നെ വേറെ വരുന്നൊരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലീഗൽ റൂട്ട്സിലൂടെ തന്നെ ആൾക്കാർ പലപ്പോഴും ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ വേറെ ചെയ്തിട്ടൊക്കെ വലിയ തോതിൽ ഗോൾഡ് കൊണ്ടുവരുന്നുണ്ട്. അത് പിന്നെ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ഗ്യാപ്പ് പിന്നെ അത് ഒരു പിന്നെ സ്മഗിൾഡ് എന്ന് പറയാൻ പറ്റില്ല. ബട്ട് നോർമൽ റൂട്ടിൽ തന്നെ വരുന്ന ഗോൾഡും മാർക്കറ്റിലേക്ക് എത്തുന്നുണ്ട്. ഒരു 10 പവൻ കൊണ്ടുവന്നാൽ തന്നെയും നല്ലൊരു ഡിഫറൻസ് അല്ലേ? പ്രോഫിറ്റ് ഒരു 2 lakhs നിയർ ബൈ പ്രോഫിറ്റ് ഉണ്ടാവില്ലേ? ഒരു കിലോൻ്റെ മുകളിൽ ഏകദേശം 18 ലക്ഷത്തോളം രൂപ. കറക്റ്റ്. അപ്പോൾ ഒരു 10-18,000 രൂപ വരുന്നു. സോറി 1.8 lakhsോളം ഒരു 10 പവനിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ. ഇതിന് ഷിനോ അല്ല, ഈ വർഷം ഇപ്പം ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു 1 year ടൈമിനുള്ളിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി ഒരു 9 അല്ലെങ്കിൽ 6 കൊണ്ടുവരാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത്. അങ്ങനെ വരുവാണെങ്കിൽ ഇപ്പോൾ ഈ GML എടുത്തവർക്കാണ് അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ലോസ് വരുന്നത്. കാരണം ഇമ്പോർട്ട് ഡ്യൂട്ടി ആദ്യം അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തതിന് ശേഷമാണ് ഗോൾഡ് മെറ്റൽ ലോൺ അലോ ചെയ്യുക. അപ്പോൾ ആ ഡ്യൂട്ടിയിലുണ്ടാകുന്ന കുറവ് ജില്ലേഴ്സിനെ സംബന്ധിച്ച് ലോസ് ആവും. അപ്പോൾ ഈ ഒരു വർഷങ്ങളിലെല്ലാം GML-നേക്കാട്ടിലും ബെറ്റർ ഓപ്ഷൻ MCX ആയിരിക്കും ഇൻവെൻട്രി ഹെഡ് ചെയ്യാൻ വേണ്ടി. കാരണം ആ ലോസ് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. പിന്നെ GML-നോടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ MCX കുറേ കൂടെ ഫ്ലെക്സിബിളാണ്. ഡീവിയേഷൻ എടുക്കാം, റീബാലൻസിങ് ഭയങ്കര എളുപ്പമാണ്. ഇപ്പം അതിൻ്റെ ഒരു പ്രോസസ് ഫ്ലോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? GML ഇപ്പോൾ ആൾ ഉപയോഗിക്കാൻ 2 കാര്യമാണ്. ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ അതിൻ്റെ അകത്ത് പ്രൈസ് റിസ്ക് ഇല്ല. മാർക്കറ്റ് കൂടിയാലും കുറഞ്ഞാലും ജില്ലറെ സംബന്ധിച്ച് GML-ലാണെങ്കിൽ മേക്കിംഗ് ചാർജിലുള്ള പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് ജില്ലറി ബിസിനസ് സ്റ്റാർട്ട് പോകുന്നത്. അപ്പം ഇപ്പോൾ ടൈറ്റാനെ സംബന്ധിച്ചിടത്തോളം പ്യുവർലി മേക്കിംഗ് ചാർജിലുള്ള പ്രോഫിറ്റ് മാത്രമാണ് അവരുടെ എയിം. GML എടുക്കണമെങ്കിൽ ഒരു ജുവലർ ഒരു 5 kg 10 kg എടുക്കണമെങ്കിൽ എന്തായിരിക്കണം ബാങ്കിൻ്റെ ഗ്യാരണ്ടി അവർ കൊടുക്കേണ്ടത്? ബാങ്ക് ഗ്യാരണ്ടി ആയിട്ട് എന്താ കൊടുക്കണ്ടേ? ജില്ലർ ടു ജില്ലർ ഡിഫറൻസ് ഉണ്ടാവും. ഓൾമോസ്റ്റ് ഈക്വൽ എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് ആണ്. മേ ബി ഒരു 10% എക്സ്ട്രാ ഡെപ്പോസിറ്റ് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ കൊളാറ്ററൽ ലാൻഡ് ആയിട്ടോ കൊടുക്കുക എന്നുള്ളതാണ് ബാങ്കിൻ്റെ റൂൾസ്. ക്യാഷ് വേണമെന്നില്ല, കൊളാറ്ററൽ ആയാലും മതി. അതാണ് അവരുടെ അഡ്വാൻറ്റേജ്. അത് ഇപ്പോൾ പലർക്കും ബാങ്ക് ക്രെഡിറ്റ് ലൈൻസ് ഉണ്ട്. അപ്പോൾ അതൊരു പിന്നെ അത് യൂസ് ചെയ്തിട്ട് തന്നെ GML കൊടുക്കുന്നുണ്ട്. ക്യാഷ് ക്രെഡിറ്റ്സ് ഓവർ ഡ്രാഫ്റ്റ്സ് ഒക്കെ GML ആയിട്ട് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഈ GML ആകുമ്പോഴും ഉള്ളൊരു പ്രോബ്ലം എന്താ വെച്ചാൽ MCX-നെ പോലെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് അല്ല GML. ഇപ്പോൾ നമ്മളൊരു 10 kilos എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ സെയിൽ നടക്കുന്നത് 200 grams 300 grams ആയിരിക്കും പെർ ഡേ. അപ്പോൾ നമ്മൾ ഇമീഡിയറ്റ്ലി പോയിട്ട് GML-ന്റെ 200 grams കോമ്പണൻറ്റ് മാത്രം ക്ലോസ് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ ഈവൻ തനിഷ്ക്ക് യൂസ് ചെയ്യുന്നൊരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 10 kilosൻ്റെ പിന്നെ എടുക്കുന്ന ആ പീരീഡിൽ ദേ കീപ് ദാറ്റ് GML അതേമാതിരി തന്നെ കീപ്പ് ചെയ്തിട്ട് ഡെയിലി സെയിൽ നടക്കുന്നതിന് MCX-ൽ പിന്നെ ബൈ ചെയ്തിടും. എന്നിട്ട് GML ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇത് സെല് ചെയ്തിട്ട് GML ക്ലോസ് ചെയ്യും. അതാണ് ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു മെക്കാനിസം. അത് ഓരോ സമയത്തൊരു തനിഷ്കൊക്കെ ഇപ്പോൾ ചെയ്യുന്ന ഒരു ഹൈബ്രിഡ് അപ്രോച്ച് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് GML-ഉം MCX-ഉം കമ്പൈൻ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ചില ഏരിയാസിൽ GML ആയിരിക്കും സ്യൂട്ടബിൾ, ചില ഏരിയയിൽ MCX ആയിരിക്കും സ്യൂട്ടബിൾ. അപ്പം സർട്ടൻ പെർസെൻറ്റേജ് MCX-ഉം സർട്ടൻ പെർസെൻറ്റേജ് GML-ഉം ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ കുറേ കൂടെ ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ കുറേ കൂടെ ഫ്ലെക്സിബിലിറ്റി കിട്ടും. ആക്ച്വലി ഇപ്പം എല്ലാവരും പ്രോപ്പറായിട്ടാണോ ഹെഡ്ജ് ചെയ്യുന്നത്? 1. 2, അതല്ലെങ്കിൽ എങ്ങനെ അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇല്ല, പ്രോപ്പറായിട്ടാണോ ഹെഡ്ജ് ചെയ്യാന്ന് ചോദിച്ചാൽ ഇപ്പോൾ ടൈറ്റാൻ്റെ ബിസിനസ് മോഡൽ നോക്കിയാൽ പ്രോപ്പർ ഹെഡ്ജിങ് ആയിരിക്കും. അവരുടെ ഫോക്കസ് എവിടെയാണ്? കൃത്യമായിട്ട് മേക്കിംഗ് ചാർജിലുള്ള പ്രോഫിറ്റാണ്. ഇൻവെൻട്രിയിൽ ഗെയിനും ഇല്ല, ലോസും ഇല്ല. ഓക്കെ. ഇപ്പോൾ കമ്പനിയുടെ വാല്യുവേഷൻ ഇപ്പം പല ആളുകൾ പറയും ടൈറ്റാൻ ചെയ്യുന്ന തെറ്റാണെന്ന് ഹെഡ്ജ് ചെയ്യാത്തൊരാൾ പറയും. കാരണം വെച്ചാൽ ഇൻവെൻട്രി ഗെയിൻ ഇല്ലല്ലോ. ഇപ്പോൾ ടൈറ്റാൻ ഒരു 10,000 കിലോ ഗോൾഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ വാല്യുവേഷൻ ഒരു 15,000 കോടി
വാല്യുവേഷനേ ഉണ്ടാകത്തുള്ളൂ. ടൈറ്റാൻ്റെ 2000 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ച് ടൈറ്റാൻ്റെ വാല്യുവേഷൻ 4500 കോടി രൂപയോളമാണ്. അപ്പോൾ ടൈറ്റാൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എത്രയാണ്? 4.3 ലാക്സ് കോടി അല്ലേ? പക്ഷേ ബാക്കിയുള്ള ജില്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരാ ഗോൾഡിനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റായിട്ട് കാണുമ്പോൾ അവരാ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അപ്രീസിയേഷനും ആണ് കാണുന്നത്. അപ്പോൾ അവർ ഹെഡ്ജ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ, ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ എടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് ലിസ്റ്റഡ് പ്ലേയേഴ്സ് മാത്രമേ എന്ത് ചെയ്യുക, ലിസ്റ്റഡ് പ്ലേയേഴ്സ് എല്ലാം ഹെഡ്ജ് ചെയ്യുന്നുണ്ട്. അത് മാൻഡേറ്ററി ആണ്. അതെ, മാൻഡേറ്ററി അല്ല. മാൻഡേറ്ററി എന്നുള്ളൊരു വിഷയം വരുന്നില്ല. അതായത് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി റിസ്ക് എടുത്തിട്ടാണല്ലോ ബിസിനസ് ചെയ്യുന്നത്. പക്ഷേ റിസ്കിൻ്റെ ബൗണ്ടറീസ് വളരെ ക്ലിയർ ആയിരിക്കണം. ലിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ പബ്ലിക് കമ്പനീസാണ്. അപ്പോൾ അവർക്കൊരു പോളിസി എന്തായാലും ആവശ്യമാണ്. അപ്പോൾ പല ആൾക്കാരും, പല ലിസ്റ്റഡ് ജ്വല്ലേഴ്സും വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ 50% ഹെഡ്ജ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ 60% ഹെഡ്ജ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവിടെ ഈ പറഞ്ഞ 40% അവർ ഈ പറഞ്ഞ പ്രൈസ് ഹൈക്കിനുള്ള, പ്രോഫിറ്റിനുള്ള പൊട്ടൻഷ്യൽ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. തനിഷ്ക് മാതിരി ഒരു കമ്പനി ഒരിക്കലും ഒരു തരത്തിലുള്ള റിസ്ക്കും എടുക്കാത്തതുകൊണ്ട് ആ പൊട്ടൻഷ്യൽ അവർക്കില്ല. പക്ഷേ ഈ സ്ഥാപനങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ടാവും. അപ്പോൾ ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ ഏറ്റവും എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻസിയാണ്. അപ്പോൾ ആ ട്രാൻസ്പെറൻസിയും പോളിസീസും കറക്റ്റായിട്ട് പബ്ലിക്കിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബൗണ്ടറിയിൽ ചെയ്യുന്ന പല ലിസ്റ്റഡ് കമ്പനീസും ഉണ്ട്. അവരത് കൃത്യമായി കൺവേ ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു വിഷയം, ഈ പ്രൈസ് വളരെ വോളറ്റൈലായിരിക്കുന്ന സിറ്റുവേഷനിൽ അവരുടെ ട്രേഡിംഗ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ, ട്രേഡിംഗ് പോളിസീസ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവരൊരു റിസ്ക് എടുക്കുന്നു, അവരുടെ പ്രൈസ് താഴേക്ക് പോകാനുള്ള റിസ്ക് വരുന്നു. അപ്പോൾ അവർക്കതിൽ മാർക്കറ്റിൽ ആ പ്രീമിയം കിട്ടില്ല. പക്ഷേ ടൈറ്റൻ മാതിരിയുള്ള കമ്പനി അത്രയും പെർഫെക്റ്റ് പോളിസി, അവരുടെ ഹെഡ്ജിങ് പോളിസി വളരെ ക്ലിയർ ആയതുകൊണ്ട് അവർ ട്രേഡിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അതിൻ്റെ പ്രീമിയം കിട്ടുന്നു. കാരണം റിസ്ക് മാക്സിമം കുറവാണ്. അപ്പോൾ ഈ ഒരു ബൗണ്ടറി ഡിഫൈൻ ചെയ്യുക, ഏതൊരു കമ്പനിയുടെയും ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. അപ്പോൾ ഡാറ്റ ഡ്രിവൻ ആയിട്ടാണ് എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത്. കറക്റ്റ് ഡാറ്റ, ഇപ്പോൾ മാർക്കറ്റ് വളരെ വോളറ്റൈലായി നിൽക്കുന്ന സമയത്ത് മേ ബി ഈ ഒരു റിസ്ക് എടുക്കാൻ ആരും താല്പര്യപ്പെടില്ല. പക്ഷെ മാർക്കറ്റ് കുറച്ചും കൂടി സ്റ്റേബിളാണ്, കുറച്ചും കൂടി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റാണെങ്കിൽ കറക്റ്റ് പോളിസി വെച്ചിട്ട് ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. പലരും ഇതൊരു ഇമോഷണൽ ട്രേഡിംഗ് ആയി മാറുമ്പോഴാണ് കമ്പനികൾക്ക് ലോസ് വരുന്നത്. കറക്റ്റ് ഡാറ്റയും കറക്റ്റ് മാർക്കറ്റ് അനാലിസിസും വെച്ചിട്ട് ചെയ്യുന്ന, റിസർച്ചും വെച്ച് ചെയ്യുന്ന എത്രയോ സ്ഥാപനങ്ങൾ സക്സസ്ഫുള്ളായിട്ട് അത് റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ജ്വല്ലേഴ്സ് 100% ഹെഡ്ജിങ്ങിലേക്ക് ഇല്ല. ടെക്നിക്കലി 100% ഹെഡ്ജിങ് ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് ഇപ്പോൾ ടൈറ്റൻ ഇൻഡസ്ട്രീസ് ആണ്. അത്രേ ഉള്ളൂ. അതിനെ അത്ര വലുതല്ലാത്ത ചിലപ്പോൾ സ്ഥാപനങ്ങൾ അതിനെ അതേമാതിരി ഫോളോ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത്ര പബ്ലിക് ഡൊമൈനിൽ ആ ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ അല്ലല്ലോ. ഓക്കെ. അല്ല, ലിസ്റ്റഡ് കമ്പനീസ്, ലിസ്റ്റഡ് ജ്വല്ലേഴ്സ്, അവരുടെ റിസ്ക് പാരാമീറ്റർ ഓഫ് കോഴ്സ് അതെല്ലാ പബ്ലിക്കും വാച്ച് ചെയ്യും. ഇതെല്ലാം അവരുടെ ഷെയർ പ്രൈസിനെയും അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം സേഫ് സോണിൽ നിൽക്കുന്ന ഒരു ജ്വല്ലറുടെ ഷെയർ പ്രൈസും, ഞാൻ ഇക്വിറ്റിയിലേക്ക് പോവല്ല, ഓഫ് കോഴ്സ് അതൊരു നല്ല സ്ട്രോങ് ആയിരിക്കും. അതെ, അവരുടെ കോൺഫിഡൻസ് ജനങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് അങ്ങനെയുള്ള കമ്പനികളിൽ കൂടും. അപ്പോൾ ഷിനോയുടെ അഭിപ്രായത്തിൽ എന്തൊക്കെയാണ് ശരിക്കും നമ്മൾ ആക്ച്വലി നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? അതാണ് നമ്മൾ കൂടുതലായിട്ട് അഡ്വാൻസ് ബുക്കിംഗ് ഹെഡ്ജിങ് ആണ് കൂടുതലായിട്ടും. അഡ്വാൻസ് ബുക്കിങ്ങിന് ഹെഡ്ജ് ചെയ്യാനുള്ള സപ്പോർട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കൂടുതലായിട്ടും. അത് ഇൻവെൻട്രി ഹെഡ്ജ് ചെയ്യാനും നമ്മൾ സജസ്റ്റ് ചെയ്യലുണ്ട്. അത് ആ സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽസ് എല്ലാം നോക്കിയിട്ടും ഫിനാൻഷ്യൽ റേഷ്യോസ് എല്ലാം കറക്റ്റ് പഠിച്ചതിന് ശേഷം അവിടെ ഒരു റിസ്ക് എലമെൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർട്ടൻ പെർസെൻറ്റേജ് സ്റ്റോക്കൊക്കെ കാൽക്കുലേറ്റർ റിസ്കോട് കൂടി, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരു ബൗണ്ടറി ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു ടൈം പീരീഡ് ഒക്കെ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഹെഡ്ജ് ചെയ്യാം, ഇൻവെൻട്രി ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ലെങ്കിൽ നമ്മളിപ്പം കൂടുതലായിട്ടും റീറ്റെയിൽ ജില്ലേഴ്സിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ്, അതുപോലെ തന്നെ ക്രെഡിറ്റ് സെയിൽ പോകുന്നത്, ഹെഡ്ജിങ്, അങ്ങനെയുള്ള സപ്പോർട്ടുകളാണ് കൊടുത്തത്. ഇപ്പോൾ ജില്ലറെ സംബന്ധിച്ച് 5 സിനാരിയോയിൽ MCX യൂസ് ചെയ്യാം. ഒന്ന് അഡ്വാൻസ് ബുക്കിംഗ്, അതുപോലെയുള്ള സ്കീമുകൾ, കമ്മിറ്റ്മെൻറ്റുകൾ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 റേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അവർക്ക് പല രീതിയിൽ റേറ്റ് ഫിക്സ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ബൈ റേറ്റ് ഫിക്സ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ സെൽ റേറ്റ്. ഇപ്പോൾ ഓൾഡ് ഗോൾഡൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ റേറ്റ് സെയിൽ നടക്കുന്ന ലേറ്റർ ടൈമിലായിരിക്കും. ഇപ്പോൾ അതിൻ്റെ റേറ്റ് അഡ്വാൻസ് ആയിട്ടൊന്ന് ഫിക്സ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ MCXൽ ഷോർട്ട് സെല് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുശേഷം മാർക്കറ്റ് കൂടിയാലും കുറഞ്ഞാലും അവർക്ക് ലോസ് വരുന്നില്ല. അതുപോലെ ഇപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഉള്ള പർച്ചേസുകളുണ്ട്, അതിൻ്റെ പ്രൈസ് ലോക്ക് ചെയ്യാൻ എന്താ MCX യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് 1 അഡ്വാൻസ് ബുക്കിങ്, 2 റേറ്റ് ഫിക്സിങ്, 3
സ്റ്റോക്ക് അക്കുമുലേഷൻ ഇപ്പോൾ ഒരു 6-10 മാസം കഴിഞ്ഞിട്ടുള്ള റിക്വയർമെൻ്റ് ഉള്ള സ്റ്റോക്ക് നമുക്ക് എന്ത് ചെയ്യാം, MCXൽ 10% മാർജിൻ, ഇനിഷ്യൽ മാർജിൻ കൊടുത്തിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുശേഷം പ്രൈസ് ഓഫ് ഫ്ലക്ച്വേഷൻ കൂടിയാലും കുറഞ്ഞാലും എന്ത് ചെയ്യുക, അവിടെ ഒരു റിസ്ക് ഇല്ലല്ലോ, കാരണം ഫിസിക്കലി വാങ്ങേണ്ട കമ്മിറ്റ്മെൻറ്റാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ സാർ പറഞ്ഞ 4ാമത്തെ സിനാരിയോ ആണ് ഇൻവെൻട്രി ഹെഡ്ജിങ്. ഇപ്പം ഹൈ റേറ്റൊക്കെ വരുന്ന സമയത്ത് ഒരു ജില്ലറെ സംബന്ധിച്ച് സ്റ്റോക്ക് എടുത്ത് വിൽക്കാൻ വേണ്ടി പറ്റില്ല. മാർക്കറ്റൊക്കെ ഇപ്പോൾ ഒരു $5,000 ഇനി ഒരു വർഷത്തേക്ക് മാർക്കറ്റ് കുറയുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു 6 മാസത്തേക്ക് മാർക്കറ്റ് കുറയുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ സർട്ടൻ പെർസെൻറ്റേജ് സ്റ്റോക്ക് എന്താ MCXൽ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ മാർക്കറ്റ് കുറഞ്ഞാൽ കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കിട്ടും, കൂടിയാൽ ഗെയിൻ ഇല്ല, നോ പ്രോഫിറ്റ് നോ ലോസ്. അപ്പം ബാലൻസ് ഷീറ്റ് എല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതൊക്കെ ഒരു കൃത്യമായിട്ടൊരു ബൗണ്ടറീസ് വെച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ബൗണ്ടറീസ് മീൻസ് ഇപ്പോൾ മാർക്കറ്റ് ബൗണ്ടറി ആയിരിക്കാം, ചിലപ്പോൾ ഫിനാൻഷ്യൽ ബൗണ്ടറി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടൈം പീരീഡ് ആയിരിക്കാം. ഇപ്പോൾ മാർക്കറ്റ് ഒരു $6,000 പോകില്ല എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അല്ല 6,000 അപ്പുറത്തേക്ക് പോകില്ല എന്നുണ്ടെങ്കിൽ 6,000 വരെ ഒരു മാർക്കറ്റ് ബൗണ്ടറി ആണുള്ളത്. ആ ബൗണ്ടറി ഫിക്സ് ചെയ്തിട്ട് അഡ്വാൻസ് ആയിട്ട് ആ ബൗണ്ടറി ഫിക്സ് ചെയ്തിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഒരു വർഷത്തേക്കുള്ള ഇൻവെൻട്രി ഗെയിന്, മാർക്കറ്റ് ഇപ്പോൾ ഇത്ര അപ്രീസിയേറ്റ് ആയി, അപ്പോൾ ഇതിനപ്പുറത്തേക്കുള്ള ഗെയിൻ നമുക്ക് ഇത്രയും സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് സ്റ്റോക്കിൽ വേണ്ട, ലോസും അവിടെ ലോക്ക് ചെയ്യാം, അവിടെ ഇൻവെൻട്രി ഗെയിൻ അവിടെ ലോക്ക് ചെയ്യാം. അപ്പം ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു ബൗണ്ടറി ഫിക്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽസ്, ഒരു പാരാമീറ്റർ, ഒരു ഫിനാൻഷ്യൽ റേഷ്യോസൊക്കെ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇൻവെൻട്രി ടൈറ്റാൻ ചെയ്യുന്ന മോഡൽ തന്നെ. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ബൗണ്ടറീസും ഫിനാൻഷ്യൽ ബൗണ്ടറീസ് എല്ലാം വളരെ വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അതല്ലെങ്കിൽ $2,000 ഹെഡ്ജ് ചെയ്യും, $5,000 ആകുമ്പോഴും ആ ഹെഡ്ജ് അതേപോലെ തന്നെ കീപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. കാരണം ടൈറ്റാൻ്റെ പ്രോഫിറ്റ് മാർജിൻ ഇല്ല ബാക്കിയുള്ള ജില്ലറുകൾക്ക്. ഇപ്പോൾ അഡ്വാൻസ് ബുക്കിംഗ്, റേറ്റ് ഫിക്സിങ്, സ്റ്റോക്ക് അക്കുമുലേഷൻ, ഇൻവെൻട്രി ഹെഡ്ജിങ്, അതുപോലെ തന്നെ ബുള്ളൻ ഡെലിവറിക്ക് MCX യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഓൾഡൊക്കെ ഇപ്പോൾ ജില്ലരെ സംബന്ധിച്ച് ഓൾഡ് ഗോൾഡൊക്കെ ഒരുപാട് വരും. അപ്പോൾ ആ സമയത്ത് MCXൽ റേറ്റ് ഫിക്സ് ചെയ്ത് MCXൽ ഡെലിവറി കൊടുക്കാമല്ലോ. മാർക്കറ്റ് ലോക്കൽ മാർക്കറ്റിനെക്കാട്ടിലും കുറവാണ് MCX റേറ്റിംഗ്, MCXൽ നിന്ന് ഡെലിവറി എടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ 5 സിനാരിയോയിൽ MCX യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോപ്പർ യൂസിലേക്ക് എത്തുന്ന സമയത്ത് അവർക്ക് വരുന്നൊരു പ്രോബ്ലം, ഫിസിക്കൽ മാർക്കറ്റിൽ ലോസും പ്രോഫിറ്റും ഡിജിറ്റലി വിസിബിൾ അല്ല. ഫിസിക്കൽ കമ്മിറ്റ്മെൻറ്റിലെ ലോസും പ്രോഫിറ്റും ഡിജിറ്റലി വിസിബിൾ അല്ല. ഇവിടെ ലോസും പ്രോഫിറ്റും ഡിജിറ്റലി വിസിബിളാണ്. ഇപ്പം GML ഉപയോഗിക്കുകയാണെങ്കിലും ഇൻവെൻട്രി ഹെഡ്ജ് ചെയ്യാൻ GML ലോസും പ്രോഫിറ്റും ഡിജിറ്റൽ വിസിബിലിറ്റി ഇല്ല. പക്ഷേ MCXൽ ഡിജിറ്റൽ വിസിബിലിറ്റി ഉണ്ട്. മാത്രമല്ല MCX മിക്കവാറും കേസിൽ സെല്ലേഴ്സിനെ സംബന്ധിച്ച് പ്രീമിയത്തിലായിരിക്കും. ഇപ്പോൾ GML ചിലപ്പം ക്യാഷ് ലോൺ ആണെങ്കിൽ ഏകദേശം 8% ഉണ്ടെങ്കിൽ GMLന് 2 അല്ലെ 3% ഉണ്ടാകത്തുള്ളൂ, കോസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് GML ചെയ്യുന്നത്. പക്ഷേ ആ 5% എന്നുള്ളത് ഇവിടെ കോൺട്രാക്റ്റുകൾ തമ്മിൽ റോൾ ഓവർ ഡിഫറൻസ് ഉണ്ടല്ലോ. MCX എപ്പോഴും സ്പോട്ട് മാർക്കറ്റിനേക്കാളും പ്രീമിയത്തിലായിരിക്കും. അപ്പം ശരിക്കും പല സ്ഥാപനങ്ങളെ സംബന്ധിച്ച് MCX ഇൻവെൻട്രി ഹെഡ്ജിങ്ങിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇപ്പം GML ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് ഡീവിയേഷൻ എടുക്കാനും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഫ്ലെക്സിബിലിറ്റി കുറവായിരിക്കും. MCX ആകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഒരു ഹൈബ്രിഡ് അപ്രോച്ച് ആയിരിക്കും ഇൻവെൻട്രി ഹെഡ്ജ് ചെയ്യുന്ന ജില്ലറുകളെ സംബന്ധിച്ച് യൂസ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ. MCX പ്ലസ് GML രണ്ടും ഒരുപോലെ കൊണ്ടു നടക്കണം. അതെ, ഓക്കെ സാറ്. എക്സാക്ട്ലി അതെ. അതിൻ്റെ ഒപ്പം തന്നെ ആക്ച്വൽ ബിസിനസ്സിൽ ഉള്ള ഡാറ്റയും കൂടി ചേർത്തിട്ട് വേണം ഈ ഒരു ഡിസിഷൻ എടുക്കാൻ. ഇപ്പോൾ പലപ്പോഴും അഡ്വാൻസ് സ്കീംസൊക്കെ മാർക്കറ്റിൽ ഒരു സ്കീം ഓഫർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പോളിസീസ്, അതിന് വേണ്ട മിനിമം മാർജിൻ എത്രയാണ്, അത് നമ്മളെ ഈ ഫ്ലക്ച്വേഷനുമായിട്ട് എങ്ങനെ ബാധിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ അനാലിസിസ് ചെയ്ത് ഒരു പ്രോപ്പർ സ്കീമാക്കി മാറ്റുകയാണെങ്കിൽ അഡ്വാൻസ് സ്കീം ഒരു അട്രാക്റ്റീവ് പ്രൊഡക്റ്റാണ്. അഡ്വാൻസ് സ്കീമിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ കസ്റ്റമർക്ക് അത് വലിയ താല്പര്യമുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ആ പ്രൊഡക്റ്റ് അത്രയും പെർഫെക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു റീറ്റെയിലറുടെ ഒരു റിക്വയർമെൻറ്റ്. അപ്പോൾ അതിന് ശരിക്ക് കറക്റ്റായിട്ടുള്ളൊരു മാർജിൻ പെർസെൻറ്റേജ്, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രൈസ് ഫ്ലക്ച്വേഷൻസ് എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം, എങ്ങനെ ഹെഡ്ജ് ചെയ്യാം എന്നുള്ളതിൻ്റെ ക്ലിയർ പോളിസി ഉണ്ടെങ്കിൽ അഡ്വാൻസ് സ്കീമും പോസിറ്റീവായൊരു കാര്യമാണ്. പക്ഷെ അത് MCX ആണ് അതിന് ഏറ്റവും സൂട്ടബിളായിട്ടുള്ള മാർക്കറ്റ്. അപ്പോൾ അത് രണ്ടും യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാനുള്ളൊരു പോളിസി എപ്പോഴും ഈ പറഞ്ഞ റീറ്റെയിലേഴ്സ് ഉണ്ടാക്കണം. അത് ഉണ്ടാക്കാതെ പോകുമ്പോൾ അഡ്വാൻസ് ബുക്കിംഗ് മിക്കവാറും ലോസിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്.
നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ഇപ്പോഴത്തെ റേറ്റിൽ നിന്ന് എന്തായിരിക്കും ഗോൾഡിൻ്റെ ഫ്യൂച്ചർ? അത് ഇപ്പോൾ നമുക്കൊരു കൃത്യമായിട്ട് പറയാം. മറ്റേ ഗോൾഡിൻ്റെ ലോങ് ടൈം ഫണ്ടമെൻ്റൽസ് ഏത് സമയത്തും ബുള്ളിഷാണല്ലോ. ബുള്ളിഷാണ്. കഴിഞ്ഞ ഒരു 100 വർഷം എടുത്താലും ബുള്ളിഷ് തന്നെയാണ്. 100 വർഷം എടുത്താലും 50 വർഷം എടുത്താലും ലോങ് ടൈം ഫണ്ടമെൻ്റൽസ് എപ്പോഴും ബുള്ളിഷാണ്. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മാർക്കറ്റ് എത്രമാത്രം കറക്ഷൻ വന്നാലും ഒരു 4-5 വർഷം കഴിയുമ്പോൾ ഈ 5 വർഷത്തെ ടോളറൻസ് മൊത്തം ഒരു സിംഗിൾ ടൈമിൽ കോമ്പൻസേറ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ 5 വർഷത്തേക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. 5-ാമത്തെ വർഷം ചിലപ്പോൾ 45 ദിവസം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു 6 മാസം കൊണ്ടായിരിക്കും ഈ 5 വർഷത്തെ റിട്ടേൺ കിട്ടുക. ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഗോൾഡ് ബുള്ളിഷ് തന്നെയാണ്, അതിൻ്റെ അകത്ത് ഡൗട്ടില്ല. പക്ഷേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ജില്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ് ആയിട്ട് ബുള്ളിഷായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ നമുക്കറിയാം 2012-13 $1,900 വരെ വന്ന ഗോൾഡാണ്. അതിന് ശേഷം $1,000 വന്ന $1,200-1,300 ലെവലിൽ 6 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് പിന്നെ റിക്കവറി സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സിൽവറൊക്കെ ആണെങ്കിൽ $10-15 നിന്ന് $49 വരെ പോയിട്ട് 6-7 വർഷം കഴിഞ്ഞിട്ടാണ് ആ പഴയ ലെവലിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഒരു വർഷം അബ്നോർമലായിട്ടൊരു പ്രൈസ് കാണിച്ചിട്ടുണ്ട്, അതിനടുത്ത വർഷങ്ങൾ തന്നെ അതിനടുത്ത വിലയിലേക്ക് തന്നെ തിരിച്ച് വന്ന് ഒരു റേഞ്ചൊക്കെ ഫോം ചെയ്തിട്ട് ചിലപ്പോൾ ഒരു റാലി 2-3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ആരംഭിക്കുന്നത്. പക്ഷേ ആ സമയം വരെയുള്ള ട്രേഡിംഗ് ലോസ് ട്രേഡേഴ്സിനെ സംബന്ധിച്ച പൊസിഷൻ, ഇപ്പം ജില്ലേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ കുറച്ച് വർഷങ്ങളിൽ ലോസിൽ കച്ചവടം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്ന് ഒന്നാമത് നിലവിൽ മാർജിനൊക്കെ വളരെ കുറഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷനല്ലേ. അതുപോലെ ഈ കമ്മിറ്റ്മെൻറ്റിലൊക്കെ വരുന്ന ലോസ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഈ ഫ്ലക്ച്വേഷൻ വരുമ്പോൾ അവരുടെ സ്റ്റോക്ക് തീർന്നു പോകും. സ്റ്റോക്ക് തീർന്നിട്ട് 5-6 വർഷം കഴിയുന്ന സമയത്ത് പ്രൈസ് കയറുമ്പോൾ എന്ത് ചെയ്യുക? സ്റ്റോക്ക് ഉണ്ടാവില്ല. സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഇതിന് അത് ലൈബിലിറ്റി സ്റ്റോക്ക് ആയിരിക്കും. ഇപ്പോൾ ഈ കഴിഞ്ഞ 2019 ശേഷമുള്ള റാലി തന്നെ ഒരുപാട് ജില്ലേഴ്സിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടെ സ്റ്റോക്ക് അവിടെ ഉണ്ടാകും, ഹോൾഡിങ്സ് ഉണ്ടാകും. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ഓൺ സ്റ്റോക്ക് ആയിരിക്കും, ഇപ്പോൾ ഉണ്ടാകുന്ന ലൈബിലിറ്റി സ്റ്റോക്ക് ആയിരിക്കും. നമ്മളിപ്പം ഷെയറിലൊക്കെ ആണെങ്കിൽ ഇൻവെൻട്രിക്ക് ഒരു വർഷം ടാക്സ് അടയ്ക്കും. ഇൻവെസ്റ്റ്മെൻറ്റിൽ അത്ര അപ്രീസിയേഷൻ വന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ടാക്സ് അടയ്ക്കേണ്ട. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഗോൾഡിൻ്റെ ഇൻവെൻട്രി ഒരു വർഷം കയറിയാൽ ആ കയറുന്നതിനുള്ള ടാക്സേഷനും കൂടെ അവിടെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു നോഷണൽ പ്രോഫിറ്റിന് ടാക്സ് അടയ്ക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് ഈ അഡ്വാൻസ് ബുക്കിംഗ്, റേറ്റ് കട്ടിംഗ് ഒക്കെ പെൻഡിങ്ങിൽ പിടിക്കുക, അങ്ങനെയുള്ള ലോസസും കൂടെ വരുന്നത്. ഇപ്പോൾ 100 കിലോ ഉള്ള ഒരു ജില്ലറെ സംബന്ധിച്ചിടത്തോളം 2019 അഡ്വാൻസ് ബുക്കിംഗ് കറക്റ്റായിട്ട് ചെയ്തു പോന്നു. അതൊരു പ്രോപ്പറായിട്ട് ഹെഡ്ജ് ചെയ്തിട്ടില്ല. ഇപ്പോഴും സ്റ്റോക്കിൻ്റെ ലെവൽ അതിനടുത്തൊക്കെ ഉണ്ടാകും. പക്ഷേ അന്നുണ്ടായിരുന്ന ഓൺ സ്റ്റോക്ക് ആയിരിക്കും, ഇന്നുണ്ടായിരുന്ന ലൈബിലിറ്റി സ്റ്റോക്ക് ആയിരിക്കും ഉണ്ടാകുക. അതായത് ഓൺ സ്റ്റോക്ക് തീർന്നിട്ട് ലൈബിലിറ്റി സ്റ്റോക്ക് കൂടും. അപ്പം ഹെഡ്ജൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായിട്ടൊരു ഇൻറ്റേർണൽ ഡാറ്റ പോയിൻറ്റുകൾ കറക്റ്റ് ആക്കുക. ഇപ്പോൾ കൃഷ്ണകുമാർ സാർ പറഞ്ഞതുപോലെ തന്നെ എന്നിട്ട് റിസ്കിനൊരു ഡെഫിനിഷൻ കൊടുക്കുക. ഇപ്പോൾ 100 കിലോ സ്റ്റോക്കുള്ള ഒരാൾ ഒരു 10 അല്ലെങ്കിൽ 20% അഡ്വാൻസ് ബുക്കിംഗ് എടുത്തിട്ട് ഹെഡ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒന്നും സംഭവിക്കാനില്ല. പക്ഷേ ഇത് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുമ്പോൾ 100 കിലോയ്ക്ക് തന്നെ കമ്മിറ്റ്മെൻറ്റ് 50 കിലോ അല്ല 100 കിലോ തന്നെ വരുന്ന സിറ്റുവേഷൻ വരുമ്പോൾ മാർക്കറ്റിങ്ങിന് 100-200% ഒക്കെ കയറുന്ന സിറ്റുവേഷൻ വരുമ്പോൾ ഓൺ സ്റ്റോക്ക് തീർന്നു പോകും. സ്ഥാപനത്തിനാകെയുള്ള വരുമാനം ഈ മേക്കിംഗ് ചാർജിലുള്ള പ്രോഫിറ്റ് മാത്രമല്ലേ ഉള്ളൂ. അതും ഇപ്പോൾ ഓർഗനൈസ്ഡ് പ്ലേയേഴ്സിനോടൊക്കെ ഒന്ന് കമ്പയർ ചെയ്തിട്ടല്ലല്ലോ ബാക്കിയുള്ളവരുടെ മേക്കിംഗ് ചാർജ്. ഇപ്പോൾ ടൈറ്റാൻ്റെ പോലെ ഒന്നും പറ്റില്ലല്ലോ, കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഒരു കാൽക്കുലേറ്റർ റിസ്ക്കില്ല. ഈ അഡ്വാൻസ് ബുക്കിംഗ് പോലെയുള്ള കമ്മിറ്റ്മെൻറ്റുകൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ ജില്ലറെ സംബന്ധിച്ച് പറ്റില്ല. അല്ലെങ്കിൽ അതിൻ്റെ സ്പെക്കുലേറ്റീവ് സൈഡ് ഒഴിവാക്കിയാൽ മതി, കുറഞ്ഞ റേറ്റ് എന്നുള്ള പാർട്ട് ഒഴിവാക്കിയാൽ മതി. പക്ഷേ അടുത്ത കോമ്പീറ്റർ ചെയ്യുമ്പോൾ ഇത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാൽക്കുലേറ്റർ റിസ്ക്കിലേക്ക് കൊണ്ടുവരിക. കാൽക്കുലേറ്റർ റിസ്ക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ മെക്കാനിസം യൂസ് ചെയ്യുക. പക്ഷേ ഈ മെക്കാനിസത്തിലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഫിസിക്കലി സ്റ്റോക്കിൽ വരുന്ന ലോസസ് ഡിജിറ്റലി വിസിബിൾ അല്ല. ഇപ്പോൾ MCXൽ ഒരു 1 കോടി രൂപ അല്ല 50 ലക്ഷം രൂപ ലോസ് വന്നു കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കുന്ന ആൾക്ക് ചിലപ്പോൾ 50 കോടി രൂപ അവരുടെ ബുക്ക് കറക്റ്റായിട്ടൊന്ന് അനലൈസ് ചെയ്ത് ഡാറ്റകൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ 50 കോടി രൂപ ഫിസിക്കലി ലോസ് ഉണ്ടാകും. പക്ഷേ അത് ഡിജിറ്റലി വിസിബിലിറ്റി ഇല്ല. MCXലാകുമ്പോൾ എന്ത് ചെയ്യുക, ഓരോ പോയിന്റിൽ ഇങ്ങനെ വിസിബിലിറ്റി വരുമ്പോൾ ആളുകൾ ഇതെന്തോ ഒരു റിസ്ക് ഉള്ളൊരു ടൂളായിട്ടാണ് കാണുന്നത്. ഇതൊരു സ്പെക്കുലേറ്റീവ് ടൂളായിട്ടാണ് കാണുന്നത്. ഡിജിറ്റലി നമുക്ക് കാണാൻ പറ്റും. ഇത് ഡിജിറ്റലി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ആണല്ലോ ഗോൾഡ് ഇത്രയും അപ്രോക്സിമേറ്റ് ഡബിളായി. അപ്പോൾ ആ സമയത്ത് ഈ അഡ്വാൻസ് ബുക്ക് ചെയ്ത ജുവലേഴ്സൊക്കെ എങ്ങനെയാണ് സർവൈവ് ചെയ്തത്? അല്ലേ, ഇതിൽ അഡ്വാൻസ് ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു സ്റ്റോക്ക് അക്യുമുലേഷൻ നമ്മളുടെ ഓൾറെഡി ഉള്ള സ്റ്റോക്കിൻ്റെ ഒരു അഡ്വാൻസ് സെയിലാണ്. അപ്പോൾ അതിനെ നമ്മൾ തിരിച്ച് ബൈബാക്ക് ചെയ്യുന്ന സമയത്താണ് ഈ പറഞ്ഞ പ്രൈസ് ഹൈക്ക് അവരെ വലിയ രീതിയിൽ ബാധിക്കുന്നത്. അപ്പോൾ പല ആൾക്കാരുടെയും ആക്ച്വൽ സംഭവിച്ചത് എന്താ വെച്ചാൽ അവർ ഹോൾഡിംഗ് സ്റ്റോക്ക് കുറഞ്ഞു.
അതായത് മുമ്പ് 200 കിലോ ഹോൾഡ് ചെയ്തിരുന്ന ആൾക്കാർ ഇപ്പോൾ 150 കിലോസൊക്കെ ഹോൾഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ള രീതിയിലേക്ക് കുറഞ്ഞു. അതിന് പാരലലി സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റും വല്ലാതെ ഷ്രിങ്ക് ചെയ്തു. പ്രൈസ് ഹൈക്കായപ്പോൾ മാർക്കറ്റ് ഷ്രിങ്ക് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും വരുമ്പോൾ ശരിക്കും ഒരു ഓപ്പർച്യൂണിറ്റി ലോസാണ് ഈ പറഞ്ഞ ജ്വല്ലേഴ്സിന് വലിയ തോതിൽ വന്നിരിക്കുന്നത്. അതായത് അവർ ആ അഡ്വാൻസ് ബുക്കിംഗ് പ്രോപ്പറായി ഹെഡ്ജ് ചെയ്ത് പോകുമായിരുന്നെങ്കിൽ അവർക്ക് ഈ 200 കിലോസ് തന്നെ ബുക്സിലുണ്ടാവും, ഹോൾഡിങ്ങിലുണ്ടാവും, അതിൻ്റെ വാല്യൂ ഗെയിനും കിട്ടുമായിരുന്നു, ഒപ്പം ഇത് മാനേജ് ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ പ്രോഫിറ്റ് കാണിക്കുമ്പോഴും നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു എന്നുള്ളതാണ് പല ജ്വല്ലേഴ്സിനും സംഭവിച്ചൊരു കാര്യം. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ക്യാഷ് അവർ അത്ര പിന്നെ ഇതുണ്ടാവില്ല, പക്ഷെ ഗോൾഡ് ഹോൾഡിംഗ് കുറഞ്ഞു എന്നുള്ളതാണ്. സ്റ്റോക്ക് ഇറോഷൻ വന്നു, അതുകൊണ്ട് അറിഞ്ഞില്ല. അതുകൊണ്ട് അതെ, പക്ഷേ മാർക്കറ്റും അതിന് നമ്മളിപ്പോൾ ഇക്വിറ്റി ലോസ് മാർജിൻ വരുമ്പോഴത്തേക്കും ഉള്ള ഷെയർ വിറ്റ് സെല് ചെയ്യുന്ന മാർക്കറ്റും കുറഞ്ഞു, മാർക്കറ്റ് ഷ്രിങ്ക് ചെയ്തുകൊണ്ട് അത് ഇമ്പാക്റ്റ് അത്ര. അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ പ്രൈസ് കയറിയത് കൊണ്ട് ബുക്കിൽ വന്ന നോഷണൽ പ്രോഫിറ്റ് കാരണം ബുക്കൊക്കെ ടാലിയാവും. പക്ഷേ ഇതിന് ശേഷം പ്രൈസ് കുറഞ്ഞാൽ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഇപ്പോൾ $3000 വന്ന് ഒരു 2 വർഷം 3 വർഷം അവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ടാണ് അടുത്ത സ്റ്റെപ്പ് കയറുന്നതെങ്കിൽ ഈ ബുക്കിൽ വന്ന പ്രോഫിറ്റ് എന്ത് ചെയ്യുക, പോവും. വെയിറ്റ് തിരിച്ച് കയറുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം വന്ന ലോസ് വിസിബിൾ ആയിട്ടുണ്ടാവില്ല. ഈ കുറഞ്ഞ റേറ്റ് ഇമ്പാക്റ്റ് വരുന്നത് മാത്രമല്ല സ്ഥാപനത്തിൻ്റെ ലിക്വിഡിറ്റി ഓൾറെഡി ബുക്ക് ചെയ്യാനുള്ള ലോസ് എല്ലാം ഹയർ റേറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അതിന് ശേഷമല്ലേ പ്രൈസ് കുറയുന്നത്. ഷിനോ, ടെക്നിക്കലി നിങ്ങൾക്ക് ഏകദേശം ഒരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ, ഒരു അടുത്ത ഒരു 6 മാസമുള്ള ഇതിൻ്റെ പ്രൈസ് ഇതായിരിക്കാം മേ ബി. അത് കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ ഡൗൺ ലൈനിൽ ഗോൾഡിൻ്റെ പ്രൈസ് ഇതായിരിക്കാം, ഇനി താഴോട്ട് പോയാൽ ഇത്രയൊക്കെ പോകാനുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഒന്ന് പറയാമോ? അല്ല, ട്രേഡിങ്ങിൽ ഒരിക്കലും നമ്മൾ മാർക്കറ്റിനെ പൂർണ്ണമായിട്ടും ഞാനിപ്പോൾ 20-22 വർഷമായിട്ട് മാർക്കറ്റ് ഫേസ് ചെയ്യുന്നത്, നമ്മൾ പ്രഡിക്ഷൻ അനുസരിച്ചിട്ട് മാത്രം മാർക്കറ്റിനെ കാണാൻ പാടില്ല. കാരണം നമ്മളൊക്കെ പലപ്പോഴും അറിയാലോ സാറിന്, നമ്മളൊക്കെ പല ആളുകളോടും പറഞ്ഞു കൊടുക്കുന്നത് ഇക്വിറ്റി ആകുമ്പോൾ പ്രൈസ് 0 ആകാം, കമ്മോഡിറ്റി 0യിലേക്ക് വരില്ലായിരുന്നാണ് നമ്മൾ കുറച്ച് വർഷം മുന്നേ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കൊറോണ ടൈമിൽ നമ്മൾ കണ്ട എന്താണ്, ക്രൂഡ് ഓയിൽ 37 0യിലല്ല 0യും കഴിഞ്ഞ് 37 മൈനസിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിന് നമ്മൾ നമ്മുടെ ക്യാപിറ്റലിനനുസരിച്ചിട്ട് ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യാന്നല്ലാതെ മാർക്കറ്റിനെ ബ്ലൈൻഡായിട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങളൊരു ഒരു ഒരു ഫ്യൂച്ചർ പറയുന്നില്ല. അല്ല, ഫ്യൂച്ചർ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പബ്ലിക്കിനെ സംബന്ധിച്ച് ഇനി എന്തായി തീരുമെന്ന് അത് എന്തിലും അല്ലേ, നമ്മൾ സിനിമ കണ്ടാൽ അടുത്ത സീൻ എന്താവും അല്ലെങ്കിൽ അതിൻ്റെ ക്ലൈമാക്സ് എന്താവും എന്നൊരു ചിന്ത നമുക്ക് വരും. എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു ഇപ്പോൾ ഞാൻ വാങ്ങണോ, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് വിൽക്കണോ. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ എൻ്റെ ഒരു 100 പവൻ സ്വർണ്ണമുണ്ട്. ഈസ് ഇറ്റ് എ ഗുഡ് ടൈം ടു സെൽ ഓർ നോട്ട്? അതൊരു ബിസിനസ് ഡിസിഷൻ അല്ലല്ലോ. അല്ല, ഞാൻ ചോദിച്ചത് ഒരു സാധാരണ ഒരാൾ ഒരു 100-200 പവൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബെസ്റ്റ് റേറ്റാണ്, കുറച്ച് ഗോൾഡ് വേണം സെൽ ചെയ്തിട്ട് വേറെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാം, അത് അഡ്വൈസബിൾ ആണോ അല്ലേ? അല്ല, അങ്ങനെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ ഗോൾഡ് $1300 എന്നാണ് 2019 ഇപ്പോൾ ഈ റാലി ആരംഭിച്ചത്. അതെ, $2000 എത്തിയപ്പോൾ എല്ലാവരും ഇത് ഹൈ റേറ്റ് ആണെന്നാണ് പറഞ്ഞത്. ഇൻവെസ്റ്റേഴ്സും വിചാരിച്ചു ഇതൊരു ഹൈ റേറ്റാണ്. ജില്ലേഴ്സും നല്ല ശതമാനം ആളുകളും ഇത് എക്സ്പെക്ട് ചെയ്തത് ഇത് നല്ല റേറ്റ് ആണെന്നാണ് എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത്. $2500 എത്തിയപ്പോൾ എന്താണ് ആളുകൾ ചിന്തിച്ചത്, ഇത് ഹൈ ആണ്, ഇത് കഴിഞ്ഞു. അവിടെ നിന്നാണ് മാർക്കറ്റ് $5500 വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഗോൾഡ് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റ് മാത്രമല്ലല്ലോ, ഒരു കമ്മോഡിറ്റി ആയിട്ട് മാത്രം നമുക്കതിനെ കാണാൻ പറ്റത്തില്ല. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റാണ് ഗോൾഡ്, ഒരു ഗ്ലോബൽ കറൻസിയാണ്, ഇൻഫ്ലേഷൻ എഗെയിൻസ്റ്റ് ഒരു ഹെഡ്ജാണ്. അങ്ങനെ ഗോൾഡിന് ഓരോ കാലഘട്ടത്തിനും ഓരോ സാഹചര്യത്തിനും ഒരുപാട് റോളുണ്ട്. അപ്പം ഗോൾഡിൻ്റെ ഫണ്ടമെൻ്റൽസ് സ്ട്രോങ് ആണ്. ഇപ്പം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ ചിലപ്പോൾ ഒരു പക്ഷേ $3500-$3300 ഇപ്പം $4000 നിന്ന് കുറയാം. ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു 3 ഇയർ അല്ലെ ഒരു ഗ്ലോബൽ കറൻസി എന്ന നിലയ്ക്ക് ഒരു $7000-$8000 വരാം. അതിനുള്ള പോസിബിലിറ്റീസ് US-ൻ്റെ ഡെപ്റ്റ് കാരണം അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് അതിന് സപ്പോർട്ടീവായിട്ടുണ്ട്. ഇപ്പോഴും സെൻട്രൽ ബാങ്ക്സ് ഗോൾഡ് വാങ്ങുമല്ല ചെയ്യുന്നത്. അതെ, അവരെ സംബന്ധിച്ച് അതാണല്ലോ ഒരു ഓപ്ഷൻ. അവരുടെ ഡോളർ ടേംസിലുള്ള അസറ്റും കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ എന്താണ്. സോ ഇപ്പോഴും അത് അക്യുമുലേഷൻ നടക്കുന്നതുകൊണ്ട് ഓഫ് കോഴ്സ് ഇത് ബുള്ളിഷ് തന്നെയാണ് ഷിനോ പറഞ്ഞത്. അത് ആ ഒരു ഫാക്ട് മാത്രം വെച്ച് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല. കാരണം ഇപ്പോൾ സെൻട്രൽ ബാങ്ക് 2020-21 വരെ ആ ടൈം വരെ ഏകദേശം 500 ടണ്ണാണ് മേടിക്കുന്നത്. ഏകദേശം 3500-4000
1500 ടണ്ണോളം റീസൈക്ലിംഗ് അടക്കം മാർക്കറ്റ് സൈസ് ഉള്ളിടത്ത് 500 ടണ്ണാണ് മേടിക്കുന്നത്. ഇപ്പോൾ അതിന് ശേഷം ഇപ്പോൾ 2021 ശേഷം ഇപ്പോൾ 1000 ടണ്ണിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ സെൻട്രൽ ബാങ്കിൻ്റെ മാത്രമല്ലല്ലോ, ഇപ്പം ജില്ലറി 1000 ടണ്ണ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 4500 ടണ്ണ് ഉള്ളതിൻ്റെ അകത്ത് 1000 ടണ്ണ് മാത്രമേ സെൻട്രൽ ബാങ്ക് ഉള്ളൂ. ഇപ്പം ജില്ലറി ഡിമാൻഡാണ് ബാക്കി, അതുപോലെ തന്നെ ETF ഉള്ളത്. അപ്പോൾ അവിടെ വരുന്ന ചേഞ്ചസും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. ഈ വാറ് ഒരു അൺസർട്ടനിറ്റിയാണ്. അപ്പോൾ വാർ ഒന്ന് സമാധാനമായാൽ ഓഫ് കോഴ്സ് ഗോൾഡിൻ്റെ പ്രൈസ് കയറുമെന്നാണല്ലോ ഒരു ജനറൽ ആയിട്ടുള്ളൊരു കൺസെപ്റ്റ്. അതിനെക്കുറിച്ച് എന്താ പറയുക? അല്ല, ഇപ്പോൾ സാധാരണ എല്ലാ വാർ വരുന്ന സിറ്റുവേഷനും ഗോൾഡ് പ്രൈസ് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഒന്ന് കയറിയതിന് ശേഷം ഒന്ന് സ്റ്റെബിലൈസ് ആവുകയാണ് ചെയ്യുന്നത്. ഈ വാർ വന്നതിന് ശേഷമാണ് മാർക്കറ്റ്, കാരണം ഗൾഫ് കൺട്രീസിനെ ബാധിച്ചു, ഗ്ലോബലി ആളുകളുടെ കൺസ്യൂമർ ബിഹേവിയർ ചേഞ്ചായി. ക്രൂഡ് ഓയിലിൽ അതെ, ഇപ്പോൾ സാധാരണ ഉള്ള സിറ്റുവേഷനേക്കാട്ടിലും ഇതിന് മുന്നേ ഉള്ള വാറുകളൊക്കെ വന്ന സിറ്റുവേഷനേക്കാട്ടിലും കൂടുതൽ ഗ്ലോബൽ കൺസ്യൂമർ സെൻറ്റിമെൻറ്റ്സ്, ഗോൾഡിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഫാക്ടറാണല്ലോ ഗ്ലോബൽ കൺസ്യൂമർ സെൻറ്റിമെൻറ്റ്സ്. അപ്പോൾ അതിൽ നല്ല രീതിയിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഗോൾഡ് ഒരു ഹൈ റേറ്റാണ്, പിന്നെ മുന്നിൽ അൺസർട്ടനിറ്റിയാണ് കാണുന്നത്. അപ്പം ജില്ലറി ഡിമാൻഡൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇൻവെസ്റ്റേഴ്സ്, ETF ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പോൾ മാർക്കറ്റ് ഹൈ റേറ്റിൽ നിന്ന് $3000 വരുമോ, അങ്ങനെ ഒരു അൺസർട്ടനിറ്റി അവിടെ നിൽക്കുന്നുണ്ട്. EGRനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പം ഗവൺമെൻറ് കുറേ സ്റ്റെപ്പുകൾ എടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഈ ഓർഗനൈസ്ഡ് ജില്ലേഴ്സിൻ്റെ ഒക്കെ സ്റ്റോക്കൊക്കെ കയറുന്നത്. ഇപ്പം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം HOD വന്നു. നമ്മുടെ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് പോലെ തന്നെ അൺഓർഗനൈസ്ഡിൽ നിന്ന് ഓർഗനൈസ്ഡിലേക്കുള്ള ഷിഫ്റ്റ് കംപ്ലീറ്റ് ആകുകയാണ്. ഗവൺമെൻറ് ഗോൾഡ് മോണിറ്റൈസേഷനൊക്കെ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇലക്ട്രോണിക് ഗോൾഡ് രസീത്, അതുപോലെ തന്നെ സ്പോട്ട് എക്സ്ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ HODയുടെ കണ്ടീഷൻസും നോംസ് എല്ലാം കുറേ കൂടി എന്ത് ചെയ്യുക, ടൈറ്റൻ ആക്കുകയാണ്. ഗവൺമെൻറ് ഗോൾഡ് മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ ഗോൾഡ് ഡിക്ലറേഷനിലേക്ക് തന്നെ നീങ്ങാം. കാരണം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചൊരു തലവേദനയാണ് ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെയുള്ള ഗോൾഡ് തന്നെ റീസൈക്ലിങ്ങിൽ എത്തിച്ചാൽ ഗോൾഡ് ഇമ്പോർട്ട് നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നിലവിൽ അവൈലബിൾ ഡാറ്റ പ്രകാരം ഒരു 25,000 തൊട്ട് 30,000 ടണ്ണ് ഗോൾഡ് ഇന്ത്യ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ലോകത്ത് ടോട്ടലുള്ള ഗോൾഡിൻ്റെ 7/1 ഹോൾഡ് ചെയ്യുന്ന ഇന്ത്യയാണ്. 2,19,000 ടണ്ണ് സംതിങ് ആണ് ഗോൾഡ് ടോട്ടൽ മൈൻഡ് ഗോൾഡ് വേൾഡിലുള്ള. അതിൻ്റെ അകത്ത് 25,000 തൊട്ട് 30,000 ടണ്ണ് വരെ ഇന്ത്യയാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ വർഷവും അഡീഷണൽ ആയിട്ട് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്ന കറൻസി ഇപ്പോൾ തന്നെ 96 എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഗോൾഡ് ഇമ്പോർട്ട് കുറയ്ക്കണം. അത് കുറയ്ക്കണമെങ്കിൽ ഇവിടെയുള്ള ഗോൾഡ് റീസൈക്ലിങ്ങിലേക്ക് എത്തിക്കണം. അതിനുള്ള സ്റ്റെപ്സ് എല്ലാം ഗവൺമെൻറ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് അധികം താമസിയാതെ തന്നെ അത് ഏത് സമയത്തും നമ്മൾ ഒരു വിചാരിക്കുന്ന രീതിയിലായിരിക്കത്തില്ല, എന്നാൽ പോലും ഒരു ഗോൾഡ് ഡിക്ലറേഷൻ അല്ല മോണിറ്റൈസേഷനിലേക്ക് സ്റ്റെപ്പിലേക്ക് തന്നെയാണ് പോകുന്നത്. അത് ഓർഗനൈസ്ഡ് സെഗ്മെൻറ്റ് കുറേയും കൂടെ ഗുണകരമാണ്. ഇപ്പം 40% ഓർഗനൈസ്ഡും 60% അൺഓർഗനൈസ്ഡും ആണ്. അപ്പോൾ അത് 60% അല്ലെങ്കിൽ 70% ഓർഗനൈസ്ഡിലേക്ക് ഷിഫ്റ്റ് ആവും. ആ റേഷ്യോ തിരിഞ്ഞു വരും. സാറേ, നമ്മൾ ഈ ഒരു കസ്റ്റംസ് ഡ്യൂട്ടിയുടെ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നെങ്കിൽ ഓൾറെഡി അതിലേക്കുള്ള നല്ലൊരു ഇൻഡിക്കേഷൻ ഈ കഴിഞ്ഞ 2-3 വർഷം കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഓർഗനൈസ് സെക്ടറിൻ്റെ ഷെയർ ഓഫ് ഇൻഡസ്ട്രി വളരെ കൂടിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഗോയിങ് ഫോർവേഡ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി GST, അതേപോലെ തന്നെ ഹോൾ മാർക്കിംഗ്, ഈ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓർഗനൈസ് സെക്ടറിലേക്ക് തന്നെ വരും. ഇപ്പോൾ നമ്മളിപ്പോൾ ലിസ്റ്റഡ് ഷെയർസിനെ പറ്റി പറഞ്ഞു. ആക്ച്വലി ഏറ്റവും കുറവ് ഓൾമോസ്റ്റ് 7% ഓഫ് GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു എക്കണോമിയാണ് ഈ ജ്വല്ലറി എക്കണോമി. അതിൽ ഏറ്റവും കുറവ് ലിസ്റ്റഡ് പ്ലേയേഴ്സുള്ള ഒരു സെക്ടറും ഇതാണ്. അപ്പോൾ ഇത് ഓർഗനൈസ്ഡ് സെക്ടറായി മാറുക, അതേപോലെ തന്നെ അത് കൂടുതൽ പബ്ലിക് പാർട്ടിസിപ്പേഷൻ വരിക എന്നുള്ളതൊക്കെ ഗോൾഡിൻ്റെ ഇപ്പോൾ ഇന്ത്യയിലുള്ളൊരു പ്രൊമിനൻസ് വർദ്ധിപ്പിക്കാനുള്ള ഇതാണ്. ഗോൾഡ് എപ്പോഴും നമ്മുടെ പോർട്ട്ഫോളിയോയിലെ ഒരു പ്രധാന ഐറ്റമാണല്ലോ, ഒരു റിസ്ക് ഹെഡ്ജിങ് ആയിട്ടാണല്ലോ നമ്മൾ എല്ലാവരും കാണുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ് ഇന്ത്യയിലെ ഹൗസ് ഹോൾഡ്സ് തെളിയിക്കുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ പോവും. പക്ഷെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലുകളും ട്രേഡേഴ്സിനാണ് അത് കൂടുതൽ ഇമ്പോർട്ടൻ്റ്. ഇൻവെസ്റ്റേഴ്സിന് ലോങ് ടേം പെർസ്പെക്റ്റീവ് വരുമ്പോൾ ഗോൾഡാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ബെറ്റ്. ട്രേഡിങ് ഷീനുമാണ് ബെറ്റർ എക്സ്പെർട്ട്. അല്ല, ട്രേഡിങ്ങിൽ ബെറ്റർ ഒന്നുമല്ല. നമ്മൾ കുറേ വർഷം ഇത് പ്രാക്ടിക്കൽ സൈഡിൽ കൂടെ വന്നുകൊണ്ട് മാർക്കറ്റൊക്കെ കുറച്ചും കൂടെ സാധാരണക്കാർ മനസ്സിലാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പത്തിൽ എന്ത് ചെയ്യുക, മാർക്കറ്റ് അതിൻ്റെ ഫണ്ടമെൻ്റൽ, അതിൻ്റെ ടെക്നിക്കൽ, അതിൻ്റെ ട്രെൻഡ്, അതിൻ്റെ പ്രൈസ് സൈക്കിൾസൊക്കെ എന്ത് ചെയ്യുക, കുറേയും കൂടെ പെട്ടെന്ന് മനസ്സിലാവും.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഏത് മാർക്കറ്റും സംഭവിക്കുന്നതിന് മുന്നേ ഇന്ന കാര്യം കൊണ്ട് ഇന്ന കാര്യമാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്, അല്ല ഇന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പ്രാക്ടിക്കലി വന്നതുകൊണ്ട് കുറേ കൂടെ ബെറ്റർ മാർക്കറ്റ് അണ്ടർസ്റ്റാൻഡിങ്ങും മെക്കാനിസം അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടാവും. ഇപ്പം നമ്മൾ ഒരു ജൂവലർക്ക് നിങ്ങൾ കൊടുക്കുന്ന അഡ്വൈസിനകത്ത് ഇതെല്ലാം ഒരു മിക്സ് ഓഫ് മാച്ച് ആയിരിക്കും വരുന്നത് അല്ലേ? കറക്റ്റ്. മാർക്കറ്റ് കൺസൾട്ടൻസി അതാണ് കുറച്ച് കൂടുതൽ ആളുകളും നമ്മൾ സഹകരിച്ചിട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇപ്പോൾ മാർക്കറ്റ് കയറുന്നുണ്ട്. ഓരോ മാർക്കറ്റിൻ്റെ ഓരോ ലെവൽസ് കയറുമ്പോഴും, അതായത് ഇൻട്രാഡേ മാർക്കറ്റ് അല്ല ഞാൻ പറഞ്ഞു, മേജർ മാർക്കറ്റ് ഒരു 3 to 6 month അല്ലെങ്കിൽ ഒരു 1 year മാർക്കറ്റ് എന്തൊക്കെ സംഭവിക്കും, ഏതൊക്കെ സമയത്ത് ഡീവിയേഷൻ എടുക്കണം, എന്തെല്ലാം കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വിത്ത് റീസൺസ് റിപ്പോർട്ട് ചെയ്യലുണ്ട്, അഡ്വാൻസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യലുണ്ട്. ഇപ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി ആണെങ്കിലും അത് ഇമ്പോർട്ട് ഡ്യൂട്ടി കട്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി നമ്മൾ നേരത്തെ അഡ്വാൻസ് ആയിട്ട് തന്നെ നമ്മൾ പലപ്പോഴും പറയാൻ പറ്റലുണ്ട്. നമ്മൾ ഈ ഒരു മേഖല നിൽക്കുന്നത് കൊണ്ട് കുറച്ചും കൂടി ഒരു പ്രാക്ടിക്കൽ സാധാരണ അനലിസ്റ്റുകൾ ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിൽ എവിടെയൊക്കെയാണ് പ്രോബ്ലം എന്ന് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അത് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ മുമ്പേ കൃഷ്ണകുമാർ സാറ് പറഞ്ഞ പോലെ അപ്പുറത്തെ കടക്കാർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാനും ചെയ്യാം എന്ന രീതിയിലാണ് ഇപ്പോൾ ആൾക്കാർ ഇതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് MCX നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? MCX ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ബിസിനസ് ടൂളാണ്. ഒരു ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ടാണ് MCX ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷേ ഒരുപാട് ആളുകൾ MCX എന്ന് പറയുമ്പോൾ തന്നെ പേടിയാണ്. MCX എല്ലാവർക്കും ലോസാണ്. കാരണം ഒരുപാട് ആളുകൾ വന്ന് ട്രേഡ് ചെയ്തിട്ട് സ്പെക്കുലേറ്റ് ചെയ്തിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് പാർട്ടിസിപ്പേഷൻ പലപ്പോഴും ആളുകൾക്ക് റിയലായിട്ട് ഹെഡ്ജ് ചെയ്യേണ്ടവർക്ക് MCX വരെ പേടിയാണ്. കാരണം MCXൽ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ MCX ലോസാണ്. MCX ഹൈ റിസ്ക് ആണ്, ഒരു സ്പെക്കുലേറ്റീവ് ടൂളാണ്. പക്ഷേ ആക്ച്വലി MCX ഒരു സ്പെക്കുലേറ്റീവ് ടൂളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. ആളുകൾക്ക് MCXൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് എപ്പോഴും എന്താണ് ലോസ് നമ്മൾ അനലൈസ് ചെയ്യലുണ്ട്. അപ്പം ട്രേഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ലോസ് വരാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, മാർക്കറ്റ് അറിയാത്തത് കൊണ്ടല്ല. ഇപ്പോൾ ഒരുപാട് 100-200 കോടി രൂപയ്ക്ക് ലോസ് വന്ന ആൾക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് അവർക്ക് ആ ലോസ് വന്നതെന്ന് മനസ്സിലായിട്ടില്ല. അവരടുത്ത ആളോട് ചോദിക്കുക ഡാറ്റ കിട്ടുമോ, അടുത്ത ഇപ്പോൾ ഗോൾഡ് കയറുമോ, സിൽവർ കയറുമോ എന്നൊക്കെ ചെയ്യും. പക്ഷേ ഗോൾഡ് കയറുമോ സിൽവർ കയറുമോ എന്നുള്ള നോളജൊക്കെ ഇവർക്കുണ്ട്. പക്ഷേ ഇത് ഹോൾഡ് ചെയ്യാനുള്ള പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യാനുള്ള ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ല. ഇപ്പം $4000 നിൽക്കുമ്പോൾ ഒരു ട്രേഡർ വിളിച്ചിട്ട് ചോദിക്കുകയാണ് $5000 പോവോ, അവരും പറയാം ചിലപ്പോൾ ഒരു പക്ഷേ അവരും പറയാം $5000 പോകും. പക്ഷേ 4000 നിന്ന് $4100 എത്തുന്നതിന് മുന്നേ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. ഇത് $3000 വന്നാലും $2500 വന്നാലും അവരുടെ ഫണ്ട് എത്ര കയ്യിലുണ്ടോ, അവരുടെ കപ്പാസിറ്റി എത്രയുണ്ടോ അതിനനുസരിച്ച് അവർ ആ മാക്സിമം ലോസിലേക്ക് റിസ്ക് എടുക്കും. ലോസിങ് പൊസിഷൻ ഹോൾഡ് ചെയ്യും, പ്രോഫിറ്റ് പൊസിഷൻ പെട്ടെന്ന് തന്നെ എക്സിറ്റ് ആകും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ശതമാനം ആളുകൾക്കും എന്തേ വരത്തുള്ളൂ, MCX ലോസേ വരത്തുള്ളൂ. പക്ഷെ അവർ പറയുക എന്താണ് പറയുക, MCXൽ ലോസ് വന്നെന്ന് പറയും. പക്ഷെ അവരുടെ സമീപനം എന്തുകൊണ്ടാണ് ലോസ് വരുന്നതെന്ന് അനലൈസ് ചെയ്ത് അവരുടെ ട്രേഡിങ് സൈക്കോളജിയാണ് ആളുകളെ തോപ്പിക്കുന്ന ഒരു ഫാക്ടർ. ആ സൈക്കോളജി പ്രോഫിറ്റിൽ വെയിറ്റ് ചെയ്യില്ല, ലോസിൽ പരമാവധി വെയിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ലോസ് വരുന്നു. അപ്പോൾ ചില ആളുകളോട് നമ്മൾ ചോദിക്കും, അവർ പറയും പ്രോഫിറ്റ് കിട്ടുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രോഫിറ്റ് കിട്ടാതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കും നിങ്ങൾ പ്രോഫിറ്റുള്ള പൊസിഷൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പ്രോഫിറ്റുള്ള പൊസിഷൻ വെയിറ്റ് ചെയ്യാതെ എങ്ങനെയാണ് പ്രോഫിറ്റ് കിട്ടുക? ഇപ്പോൾ ഒരു 6 മാസം ഇപ്പോൾ നമ്മളൊരു പ്രോഫിറ്റ് ഇപ്പോൾ $4000 ഗോൾഡ് മേടിച്ചു, ഒരു 6 മാസത്തേക്ക് ഹോൾഡ് ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിച്ചു. 6 മാസം എന്ന് പറയും ചിലപ്പോൾ $5000 എത്തും, ചിലപ്പോൾ $5500 എത്തും. ചിലപ്പോൾ നമ്മൾ അതിനൊരു ആദ്യം തന്നെ ഒരു ലോസ് ഡിഫൈൻ ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് കുഴപ്പം? ആ പ്രോഫിറ്റിലുള്ള വോൾട്ടാലിറ്റി കാണുമ്പോൾ ആളുകൾക്ക് പെട്ടെന്നൊരു ടെംപ്റ്റേഷൻ വരും, കിട്ടുന്ന പ്രോഫിറ്റിങ് എടുക്കുക എന്നുള്ളൊരു ടെംപ്റ്റേഷൻ വരും. എന്നിട്ട് അടുത്ത കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇതിൽ കൂടുതൽ ആ റിസ്ക് മാനേജ്മെൻറ്റ് ഫെയിൽ ആകുന്നതുകൊണ്ടാണ് MCXലെ ആളുകൾക്ക് കൂടുതൽ ലോസ് വരുന്നത്. ട്രേഡിങ് ശരിക്കും ചെയ്യാൻ അറിയാൻ പാടത്തുണ്ട്. അത് അങ്ങനെ ഒരു ട്രേഡിങ് ചെയ്ത ഒരാൾ അറിഞ്ഞ് വരണമെങ്കിൽ ഒരു 5 തൊട്ട് 10 വർഷമെങ്കിലും മിനിമം എക്സ്പീരിയൻസ് വേണം. ഇപ്പോൾ ഒരുപാട് പേര് പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇവരൊക്കെ വിചാരിക്കുന്ന നോളജിൻ്റെ കുറവുകൊണ്ടാണ് കസ്റ്റമേഴ്സിന് ലോസ് വരുന്നതെന്നാണ്. നോളജിൻ്റെ കുറവുകൊണ്ടല്ല, അവർക്കത് ചെയ്ത് ഒരുപാട് ലോസ് വന്ന ഒരു മെച്യൂരിറ്റിയിലേക്ക് വന്നാൽ മാത്രമേ റിയൽ ആയിട്ടുള്ള പ്രോഫിറ്റിലേക്ക് ആളുകൾ വരത്തുള്ളൂ. അപ്പോൾ ചില ദിവസത്തെ സ്ക്രീൻഷോട്ട് പ്രോഫിറ്റൊക്കെ എടുത്തിട്ടാണ് പല യൂട്യൂബേഴ്സും മാർക്കറ്റ് ചെയ്യുന്നത്. പക്ഷെ അവർ ആ ഒരു വർഷത്തെ ടാക്സേഷനൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം നമ്മുടെ അടുത്തേക്ക് നല്ല റിട്ടേണിൽ പോകുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. പക്ഷെ നല്ല റിട്ടേണിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള അടുത്ത വർഷങ്ങളിൽ അവർ പല അഡ്വൈസേഴ്സിനെ കേൾക്കാൻ തുടങ്ങും. ആ സമയത്ത് എന്താണ്, അവർക്ക് ആ പ്രോഫിറ്റ് പെട്ടെന്ന് ബുക്ക് ചെയ്യാനുള്ളൊരു ടെംപ്റ്റേഷൻ വരും. ലോസ് ആണെങ്കിൽ എന്താ കട്ട് ചെയ്യാനുള്ളൊരു ധൈര്യം വരില്ല. അപ്പം ലോസിൽ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പം മാർക്കറ്റിനെ കുറിച്ച് ഫണ്ടമെൻ്റൽ അറിയാം, ടെക്നിക്കൽ അറിയാം, ട്രെൻഡ് അറിയാം, പ്രൈസ് സൈക്കിൾ അറിയാം, എല്ലാം അറിയാം. പക്ഷേ ഈ പൊസിഷൻ കീപ്പ് ചെയ്യാനുള്ള
ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ല. അപ്പം സൈക്കോളജിക്കൽ ഫെയിലറാണ്. MCX അല്ല പ്രോബ്ലം ആക്കുന്നത്. കാരണം ഫിസിക്കലി നമ്മൾ 10 കോടി രൂപയ്ക്ക് ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ് MCXൽ 1 കോടി രൂപയ്ക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 10 കോടി രൂപയുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ലോസാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മുടെ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്കുള്ള റിസ്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡിഫൈൻഡ് റിസ്ക് എടുത്ത് കൃത്യമായിട്ട് ഒരു കാൽക്കുലേറ്റർ റിസ്കിലൊക്കെ ചെയ്തു പോകാൻ ഒരാൾ ആ ഒരു മെച്യൂരിറ്റിയിലേക്ക് എത്തണമെങ്കിൽ 5-10 വർഷത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണം. ഇപ്പോൾ ഈ ഹെഡ്ജ് ചെയ്യുന്ന ആളുകളും പരാജയപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പല ആളുകളും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളല്ല ഹെഡ്ജ് ഡെസ്കുകളെ സപ്പോർട്ട് ചെയ്യുന്നത്. അവർക്ക് കുറച്ച് തിയറീസ് അറിയാം, പക്ഷേ നോളജ് ലിമിറ്റഡ് ആയിരിക്കും മെക്കാനിസത്തെക്കുറിച്ചും മാർക്കറ്റിനെക്കുറിച്ചും ഉള്ളത്. അപ്പം ഹെഡ്ജിങ്ങിന് വരുന്ന ആളും ട്രേഡിങ്ങിന് വരുന്ന ആളും എന്താണ് ഫൈനലി അവർ എന്തിനാണോ വന്നത് ആ പർപ്പസ് MCX മീറ്റ് ചെയ്യില്ല. അപ്പോൾ അവർ MCXന് ഒരു സ്പെക്കുലേറ്റീവ് ടൂളായിട്ട് അവർക്ക് കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. MCX ആണ് എല്ലാ പ്രശ്നമാക്കിയിട്ടുള്ളത്. പക്ഷേ ലോകത്ത് എത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കൗണ്ടർ പാർട്ടി റിസ്ക് ഇല്ലാത്ത ഇത്രയും സിമ്പിളായിട്ട് ഉള്ള ഒരു മെക്കാനിസം കാണിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ട്രാൻസ്പെറൻ്റ് ആണ്. കറക്റ്റ്. കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ടോ? ഇല്ല. കുറഞ്ഞ മാർജിൻ മതി. അതെ. എക്സിറ്റ് എൻട്രി ഇതെല്ലാം എന്താണ് വളരെ ഫ്ലെക്സിബിളാണ്. അതെ. നീ വാങ്ങാതെ തന്നെ കയ്യിലുള്ള സാധനം ഇപ്പോൾ കുറയുന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ആയിട്ട് വിൽക്കാം. അതെ. അപ്പോൾ ആ സെൻസിൽ എല്ലാ MCX എന്ത് ചെയ്യുക സ്യൂട്ടബിളാണ്. പക്ഷേ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരാൾ പറഞ്ഞെങ്കിൽ അവർക്ക് ഒരുപാട് ലോസ് വന്നിട്ട് അതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാൻ പറ്റിയാൽ മാത്രമേ ലോസ് ബുക്ക് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ഈ MCX മാത്രമല്ല ഫണ്ടോ ട്രേഡിങ്ങും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഇപ്പം BSEയിലായാലും NSEയിലായാലും ഇപ്പോൾ സെബി പറയുന്ന 90% ആളുകളും പ്ലസ് ലോസിലാണെന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് ആ മെക്കാനിസത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രോബ്ലമാണ്. പിന്നെ ഗൈഡ് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ ധാരണ ഉണ്ടാവില്ല, കാരണം അവർക്ക് നോളജ് ഉണ്ടാവും, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഏരിയയിലാണ് ട്രേഡേഴ്സ് എല്ലാം ഫെയിലാകുന്നത്. MCXന് ഒരു സ്പെക്കുലേറ്റീവ് ടൂളായ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഏറ്റവും അപകടം പിടിച്ചൊരു ടൂളായിട്ട് കാണുന്നതും. ഓക്കെ സാറേ, നമ്മളൊക്കെ പലപ്പോഴും ഫിനാൻഷ്യൽസ് അനലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് ജ്വല്ലേഴ്സിന് ഓപ്പൺ പൊസിഷൻസ് കാണാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു സപ്ലയർ ചിലപ്പോൾ റീറ്റെയിലർക്കൊരു ക്രെഡിറ്റ് ബില്ല് അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പിന്നെ ഹെഡ്ജ് ചെയ്യാനുള്ള ഏറ്റവും എഫക്റ്റീവ് ടൂൾ MCX ആണ്. ഇതേ ആൾക്കാർ തന്നെ MCXൽ ട്രേഡ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അത് പോയിരിക്കുന്ന വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും, സ്പെക്കുലേഷനിലേക്കായിരിക്കും പോയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ വെച്ചിട്ട് കറക്റ്റ് ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് ചെയ്യുന്ന ഇത് വളരെ കുറവാണ്. ശരിക്കും ഫിനാൻഷ്യൽ ബുക്സിൽ ഈ ഓപ്പൺ പൊസിഷൻസൊക്കെ ഹെഡ്ജ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് MCX ആണ്. അപ്പോൾ ആ രീതിയിൽ കാണുന്നില്ല. അതേപോലെ തന്നെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സിനെ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യുന്നില്ല. നേരത്തെ പറഞ്ഞ മാതിരി ഇമോഷണലി അല്ലെങ്കിൽ ഒരു ഹേർഡ് മെൻറ്റാലിറ്റി ഒരാളുടെ അതേമാതിരി തന്നെ നമ്മൾ പിന്നാലെ പോയിട്ട് ചെയ്യുന്ന അങ്ങനത്തെ ട്രേഡുകളാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തുമ്പോൾ നിങ്ങളിത് ചെയ്യുന്നത് റോങ് ആണ്, അപ്പോൾ ഏതർ നിങ്ങളതൊന്ന് മാറി നിൽക്കുക എന്നുള്ള രീതിയിൽ പറയേണ്ടി വരാറുണ്ട്. അപ്പോൾ കറക്റ്റ് നോളജും കറക്റ്റ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് ജ്വല്ലേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടൂളാണ് MCX. അത് അതേ രീതിയിൽ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇത് നമ്മൾ പറയുന്നത് ഏറ്റവും സേഫായിട്ടുള്ള കൊമോഡിറ്റിയാണ് ഗോൾഡ് എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ബുക്കിൽ അക്യുമുലേറ്റ് ചെയ്ത് പോകണം എന്നുള്ളതാണ് ഏതൊരു ജ്വല്ലറിൻ്റെയും താല്പര്യം ഉണ്ടാവുക. അപ്പോൾ അതിന് ഏറ്റവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ MCX പറ്റും. കാരണം മാർക്കറ്റ് നെഗറ്റീവായിട്ട് പോകുന്ന സമയത്ത് ഇവിടെ നമുക്ക് അതിൻ്റെ കൗണ്ടർ ട്രേഡ് നടത്തിയിട്ട് റിസ്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആരും ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു പിന്നെ MCX അത്ര പോപ്പുലർ ആവാതെ പോകുന്നത്. പ്രോപ്പറായിട്ട് യൂട്ടിലൈസേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, പോളിസി ഇല്ല. പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞാൽ എത്രമാത്രം ലോസ് വന്ന ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യുക ആ മെക്കാനിസം മനസ്സിലാവുള്ളൂ. പുതിയ ആളുകളൊക്കെ വന്നിട്ട് ഇപ്പോൾ ഈ ഒരു വർഷം പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത വർഷം അല്ലാതെ അടുത്ത വർഷം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് പ്രോഫിറ്റ് ആയതിൻ്റെ ഒരു 5 മടങ്ങെങ്കിലും ലോസ് വർഷങ്ങളിൽ വന്നിട്ടുണ്ടാവും. അവർ ഓവർ കോൺഫിഡൻസിലെടുക്കും. ഇത് വളരെ ഈസിയുള്ളൊരു മെക്കാനിസമായിട്ട് എടുക്കും. അതേസമയത്ത് നമ്മൾ ആ ഒരു പ്രോഫിറ്റ് വന്നു ലോസ് വന്നു ആ ഒരു 4-5 വർഷത്തെ ഒരു സ്റ്റേജ് കടന്നാൽ മാത്രമേ ഒരാൾക്കൊരു ഇതെന്താണെന്നുള്ളൊരു പ്രോപ്പറായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വരത്തുള്ളൂ. അപ്പോൾ ഇൻ ഷോർട്ട് നമുക്ക് മുമ്പോട്ടുള്ള എൻക്വയറീസ് ഓഫ് കോഴ്സ് വരും. അപ്പം ഷിനോയ്ക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും, ഗൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഞങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വരുന്ന എൻക്വയറീസ് ഞങ്ങൾ പാസ് ഓൺ ചെയ്യാം.
അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ അഡ്വൈസ് കൊടുത്ത് ഹെഡ്ജിങ്ങിനെ കുറിച്ച് അഡ്വൈസ് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഈ പോഡ്കാസ്റ്റ് വന്നതിന് വളരെ നന്ദിയുണ്ട്. അപ്പം അടുത്ത ഒരു പോഡ്കാസ്റ്റിലേക്ക് ഞാൻ നിങ്ങളെ ഇപ്പോഴേ സ്വാഗതം ചെയ്യുകയാണ്. ഒരു എക്സ്ക്ലൂസിവിറ്റി നമുക്ക് വേണം. അപ്പം അടുത്തൊരു പോഡ്കാസ്റ്റ് നമ്മൾ റോൾ ഔട്ട് ചെയ്യും വെരി സൂൺ. താങ്ക് യു സോ മച്ച് ഷിനോ കൃഷ്ണകുമാർ. താങ്ക് യു. താങ്ക് യു.